പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കണ്ടിട്ടെന്ന് സന്തോഷമായില്ലേ എല്ലാവർക്കും? ഒന്നുമില്ല. ഹസീന മുസ്തഫ, ഹായ് ഗുഡ് മോർണിംഗ്. ഹായ് ഗുഡ് മോർണിംഗ്. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ എന്ന സിനിമയിൽ അമ്മി കൊത്താനുണ്ടോ എന്നല്ല, കല്ല് കൊത്താനുണ്ടോ കല്ല്, കാലം മത്തായി ഉണ്ടോ കാലൻ എന്നാണ്. ശരിയാ. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടിനെ കുറിച്ചിട്ട് അതിന് പറഞ്ഞില്ലല്ലോ. നമ്മള് കല്ല് കൊത്താ പറഞ്ഞു അല്ലേ, അമ്മി. ആ സിനിമയിലെ സീനുകളെല്ലാം തന്നെ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. നിങ്ങൾ എന്നെ കുറച്ച് നേരത്തേക്ക് പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വളരെയധികം സന്തോഷം. സീനത്ത് എം എ, ഞാൻ സത്യം പറഞ്ഞ സിനിമ ചെറുപ്പത്തിൽ എപ്പോഴോ കണ്ടിട്ടുള്ളൂ. എനിക്ക് അവ്യക്തമായ ചില ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അന്ന് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കില്ല, പിച്ചക്കാരെ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പിച്ചക്കാരൊക്കെ അങ്ങനെ അവർ വരില്ലേ, ഭിക്ഷക്കാരൊക്കെ അങ്ങനത്തെവരൊക്കെ കാണും, കുപ്പിയും പാട്ടിയും പറക്കാൻ നടക്കണവർ. അങ്ങനത്തെവരൊക്കെ കണ്ടാൽ ഭയങ്കര പേടിയിരുന്നു. അവർ ചാക്കിലിട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് ഈ പടം, ഈ സിനിമയിൽ അങ്ങനെയല്ലേ, കുട്ടീനെ പിടിച്ചോണ്ട് പോകണതും അല്ലേ അങ്ങനെ. അപ്പോൾ അതൊരു നെഗറ്റീവ്, ഒരു ട്രോമയാണ് ആ പടം. ഒരു നെഗറ്റീവ് ഇമേജ് എനിക്ക് ആ സിനിമ തരുന്നത്. അപ്പോൾ എനിക്കത് കാരണം ആ സിനിമ പിന്നെ അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. ഇനി അതൊന്ന് കണ്ടുനോക്കണം. എന്നിട്ട് അതിൻ്റെ സ്റ്റോറി ഒന്നും എനിക്കറിയില്ല. ഇങ്ങനെ പിടിച്ചോണ്ട് പോയി. പിന്നെ ആ കുട്ടി പിന്നെ ഈ നാട്ടിലേക്ക് വീണ്ടും വരികയാണ്. അത് രേവതിയാണ്, അത്ര അറിയാം. ചേച്ചി അംബികയെ അത്ര അറിയുള്ളൂ, വേറെ ഒന്നും എനിക്കറിയില്ല. സീനത്ത് എം എ, എൻ്റെ കുട്ടിക്കാലത്തും ഞാനും വയർ കൊണ്ടുള്ള പ്ലാസ്റ്റിക് കൊട്ട ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മ എൻ്റെ ഇളയ ആങ്ങളെ പ്രസവിച്ച് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നു. കൈത്തണ്ടയിൽ ബാഗ് തൂക്കിയിടും. അവന് 46 വയസ്സ്, എനിക്ക് 51 വയസ്സുമാകുന്നു ഇപ്പോൾ. പിന്നെ പെട്ടി, പ്ലാസ്റ്റിക്, അലുമിനിയം, ഒരു ഗോൾഡൻ കളർ പെട്ടിയും എനിക്കുണ്ടായിരുന്നു. അന്ന് ഉപ്പ ഗൾഫിലായിരുന്നു. ചെറുപ്പകാലം ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം പോയി. ഉപ്പ മരണപ്പെട്ടു, എൻ്റെ ഭർത്താവും മരണപ്പെട്ടു. ഒറ്റ മോളാണുള്ളത്. ജീവിതത്തിൽ കുറേ മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ദൈവം എല്ലാവരെയും കാക്കട്ടെ. അജുവേട്ടൻ പറഞ്ഞ പോലെ എല്ലാ കാലവും ആസ്വദിച്ചു. സരിതയുടെ പാട്ട് സൂപ്പർ, നന്നായിരുന്നു. അജുവേട്ടൻ മീൻ മുറിച്ച് കറിയാക്കി വറുത്ത് ജഗ്ഗുവിനും സരിതയ്ക്കും ചോറും ചാറും കൂട്ടി കുഴച്ചു കൊടുക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ല രസമാണ്. സ്കൂൾ ഓർമ്മകൾ ഒരുപാട് പറയാനുണ്ടാവും എല്ലാവർക്കും. അതായിരുന്നു നല്ല കാലം. ഈ കമൻറ്റ് വായിച്ചപ്പോൾ, പണ്ട് നമ്മുടെ നാട്ടിൽ കൊട്ട നെയ്ത്തുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് കൊണ്ട് കൊട്ട നെയ്യും, കസാരകൾ നെയ്യും, അങ്ങനെ കുറേ ടീപ്പോയി വരെ ഈ നെയ്തിട്ടുള്ളതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഇവിടെ ചന്ദ്ര ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിൻ്റെ ആളാണ് ഇവിടെ കൊട്ട നെയ്ത്തിന് പോയി ഇറങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ജോജു എന്ന് പറഞ്ഞ ആളുണ്ട്, നമ്മുടെ കൂട്ടുകാരൻ്റെ ചേട്ടൻ കൊട്ട നെയ്ത്തിൻ്റെ ഒരു യൂണിറ്റിന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പെണ്ണുങ്ങൾ ഇരുന്നിട്ട് കൊട്ട നെയ്ത്ത്. അപ്പോൾ എനിക്കൊരു കൊട്ടേനെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോഴേ. കൊട്ട 2 വാറൊക്കെയിട്ട് കൊട്ട. ആ കൊട്ടയിലാണ് ഇങ്ങനെ ചതുരത്തിൽ കമ്പി വെൽഡ് ചെയ്തിട്ടുള്ള ഒരു കൊട്ടയാണ്. ആ കൊട്ടയിലാണ് ഞാൻ പുസ്തകം വെച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോകുക. എന്നിട്ട് ക്ലാസ്സിലത്തെ വില്ലന്മാരെന്തൊരു ചെയ്യുന്നറിയോ, അവർ ഈ കൊട്ടയിലത്തെ പുസ്തകങ്ങളൊക്കെ നമ്മൾ കളിക്കാനൊക്കെ പോകുമ്പോൾ ഈ പുസ്തകം എടുത്തിട്ട് അവരെന്നിട്ട് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം എടുത്ത് മേശമേ വെച്ചിട്ട് ഈ കൊട്ടയിൽ ചവിട്ടി നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ചവിട്ടി നിൽക്കും. അങ്ങനെ കൊട്ടയൊക്കെ അതൊക്കെ ചവിട്ടി പൊളിയും. എന്നിട്ട് ചോദിക്കാൻ പാടില്ല. ചന്ദ്ര ചേച്ചി നമുക്കത് വീണ്ടും നെയ്ത് തന്നിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ പൊട്ടനാശായിട്ടേ നമുക്ക്. അപ്പോൾ നമ്മളൊക്കെ ഒരേ പ്രായക്കാരന് ഓരോ കാലഘട്ടത്തിൽ ഓരോ ഇതുകളുണ്ടാവില്ല, എന്താ പറയുക. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അലുമിനിയം പെട്ടിയായി, കൊട്ടയ്ക്ക് ഇത്തിരി കൂടി ഇത് മാറ്റം വന്നപ്പോൾ അങ്ങനെ കുറേ ഇതുകൾ. എന്തായാലും എല്ലാ വിഷമങ്ങളും മാറട്ടെ. അടുത്തത് രാസിലുലു, സത്യം നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ തോന്നും. അത് സന്തോഷകരമായൊരു കാര്യമാണ്. നമ്മുടെ വീഡിയോയ്ക്ക് പറയുന്ന ഏറ്റവും മികച്ചൊരു കമൻറ്റാണിത്. ഞങ്ങൾ നിങ്ങളോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ കുറേ പേരിങ്ങനെ ഇല്ലേ, നമ്മുടെ പാചകം കാണുമ്പോൾ നമ്മുടെ വീഡിയോ വെച്ചിരിക്കുന്നു പറയും. പാചകം കാണുമ്പോൾ പാചകമൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ വെച്ചിരിക്കുന്നത്. അജും സരി നമ്മളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ഇങ്ങനെ നടന്നുകൊണ്ട് അതന്നെ ഇങ്ങനെ മറുപടി പറഞ്ഞിട്ടാണ് അടുക്കളയിൽ പണികളും ചെയ്യുന്നത്. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ കൂടെയുള്ള പോലെ തോന്നുന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയ അംഗീകാരങ്ങളാണ്. അന്നൂസ് വേൾഡ്, അപ്രതീക്ഷിതമായ പേര് പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഞെട്ടലും ഒരു സന്തോഷവും എല്ലാ വികാരങ്ങളും ഒരുമിച്ച് വന്നൊരു നിമിഷം. പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഞങ്ങൾ ഫാമിലി ഒരുമിച്ച് വീഡിയോ കാണുമ്പോഴാണ് നമ്മുടെ പേര് വായിക്കുന്നത്. മോനൊക്കെ ഞെട്ടിപ്പോയി. പിന്നെ ഡാൻസ് തുടങ്ങി. സന്തോഷമായി ഒരുപാട്. പേരെന്തിട്ടാണാവോ? അന്നൂസ് വേൾഡ് എന്നാണ് ഐഡി. ഹസീന മുസ്തഫ, അധോലോകം എപ്പോൾ കൂടിയാലും എവിടെ ആയാലും വീഡിയോ എടുക്കണം കേട്ടോ. അതൊരു പോസിറ്റീവ് വൈബാണ്. എടുക്കാം.
രാജഗോപാൽ ഇ.കെ. എൻ്റെ കുട്ടിക്കാലത്ത് ഉടുമ്പ് പിടുത്തക്കാരും ഉണ്ടായിരുന്നു. ശ്വാസമുട്ട് അസുഖമുള്ളവർ ഉടുമ്പിൻ്റെ നാവ് വിഴുങ്ങി കുറേ ദൂരം ഓടിയാൽ അസുഖം മാറിപ്പോകുമെന്ന് അന്ന് കേട്ടിരുന്നു. ശരി തന്നെയാണ്. അത് പറയും, ഉടുമ്പിൻ്റെ ശ്വാസമുട്ടൽ മാറാനുള്ള ഏറ്റവും നല്ല മാർഗം ഉടുമ്പ് പിടുത്തക്കാരെ നാവ് വിഴുങ്ങിയിട്ട് നമ്മൾ എത്രയും ദൂരം ഓടാൻ പറ്റും അത്രയും ദൂരം ഓടിപ്പോവുക. അപ്പോൾ നമ്മുടെ ശ്വാസമുട്ട് മാറുന്ന അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. മറ്റേ ഹൈദരാബാദിൽ നിന്ന് മീൻ വീഴുന്നത് അത് നമുക്ക് ഗുരു ശിഷ്യനിൽ സലീം കുമാർ ജഗതീനെ കൊണ്ടു. ജഗതിക്ക് ഭാര്യനെ ഭയങ്കര ഡൗട്ടാണല്ലോ. പഴം ആ പഴക്കൊക്കെ കായകൊല ഞാത്തിരല്ല മീൻ വിഴുങ്ങിയ കാര്യം പറയാം. അവന്റെ കയ്യിൽ നിന്ന് മീൻ പോയി. കാശ് മീൻ പോയതല്ല, ഹൈദരാബാദിൽ പോയില്ല, ഇവിടെ നടന്നു. എന്നിട്ട് ഒരു ചെറിയ വട്ടുടി മീനിനെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന് അല്ല അപ്പൊ മീനെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം പറഞ്ഞ നാറ്റിക്കരുത്, അത്യാവശ്യം വേണ്ട തെലുങ്ക് വാക്കുകൾ ഞാൻ മീൻകൊലു മീൻകാരു അത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഇയാളെ വായിൽ വെച്ച് കൊടുക്കും ജഗതിയുടെ. സിനിമ കണ്ടാൽ മതി. ഗുരുശിക്ഷ നല്ല തമാശയുള്ള പടം കേട്ടാ. സുഷമ NP. സരിതക്കുട്ടി, ഞങ്ങളുടെ 10ാം ക്ലാസ് ഗ്രൂപ്പിന്റെ ഗെറ്റ് ടുഗദറിന് ഞാനും സീതാദേവിയും അച്ഛനും ഉണ്ടായിരുന്നു. അന്ന് തന്നെ തിരിച്ചു പോരേണ്ടി വന്നതുകൊണ്ട് സരിതയെ കാണാൻ വരാൻ പറ്റിയില്ല. കണ്ണംകുളങ്ങരയുള്ള വീട്ടിൽ പോയിരുന്നു. പിന്നെ എന്നെ അമ്മയും അച്ഛനും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ കയറ്റി വിട്ടു. കുറേ സമയം എൻ്റെ കൂടെ അവർ ഉണ്ടായിരുന്നു. സുഷമാൻ്റെ അമ്മ പറഞ്ഞു, അത് ഗെറ്റ് ടുഗദറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് ശ്രീദേവി സുരേഷ്. ഹായ് അജുവേട്ട, സരിതക്കുട്ടി, ജഗ്ഗൂട്ട. ഇന്ന് ആദ്യമായി എൻ്റെ 2 കമൻറ്റ് വായിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നി. അത്രയും തന്നെ നിങ്ങളോടുള്ള ഇഷ്ടവും കൂടി. വീഡിയോ കണ്ടു തീർന്നാൽ സങ്കടമാണ്. നിങ്ങളില്ലാത്തൊരു ദിവസം ചിന്തിക്കാൻ പോലും പറ്റില്ല. എല്ലാവരെയും ഒത്തിരി ഇഷ്ടം. കമൻറ്റ് വായിച്ചില്ലെങ്കിൽ ഞങ്ങളോട് ഇഷ്ടം വേണം. അടുത്തത് കീർത്തന അമ്മ. കീർത്തനയാണോ കീർത്തനയുടെ അമ്മയാണോ ഇത്? ഹായ്, നിങ്ങളുടെ വീഡിയോ കുറച്ച് നാൾ മുമ്പ് ആണ് കാണാൻ തുടങ്ങിയത്. ഇപ്പോൾ ഡെയിലി വീഡിയോ കാണും. നിങ്ങളുടെ പഴയ വീഡിയോസ് ഒക്കെ ഇപ്പോൾ ഞങ്ങൾ കാണാറുണ്ട്. ബെസ്റ്റ് വിഷസ് ആൻഡ് ഗോഡ് ബ്ലസ് യു. സന്തോഷം. ആൻസ് ഹായ്, ഹലോ അജു, സരിത, ജഗ്ഗുമോൻ. ടുഡേയ്സ് റിയാക്ഷൻ ടു കമൻറ്റ്സ് ഇഷ്ടപ്പെട്ടു. പറഞ്ഞതുപോലെ യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട്. ബട്ട് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ പോസിറ്റീവ് ആൻഡ് ഹോംലി ഫീലാണ്. ലവ് യു ഓൾ, ഗോഡ് ബ്ലസ് യു. സന്തോഷം. അടുത്ത ജോൺ വർഗീസ്. സരിത അജു, നിങ്ങൾ അറിയാതെയാണെങ്കിലും സലീം ചേട്ടനെ ഓർത്തത് നന്ദി. ഞങ്ങൾ എന്നും ഓർക്കും. നമ്മുടെ ജീവിതത്തിലെ യേശുദാസിന്റെ ശബ്ദം അല്ലാന്ന് നമ്മുടെ അല്ല മലയാളികളുടെ ഇതില് സലീം കുമാർ കേൾക്കുന്നതായിരിക്കും. പറഞ്ഞ പോലെ യേശുദാസിന്റെ ഒരു പാട്ടെങ്കിലും നമ്മൾ കേൾക്കാത്ത കടന്നു പോകാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയും മലയാളികളുടെ. അതുപോലെ സലീം കുമാറിന്റെയും ഡയലോഗ് പറയും നമ്മൾ ഏതെങ്കിലും സിനിമയിലത്തെ. അതിപ്പോ വീഡിയോയിൽ അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു 100 കണക്കിന് പറയും. ഗംഗ പി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാ ഗംഗ. എനിക്ക് അജുചേട്ടൻ്റെ സംസാര രീതി വളരെ ഇഷ്ടമാണ്. മൃദു പേര് മാറ്റിയിട്ട് ഗംഗ നോക്കിയാലോ. ഗസറ്റിൽ വിജ്ഞാപനം നടത്തിയിട്ട് സരിത എന്ന് മാറ്റി ഗംഗ എന്നാക്കണതിനെ കുറിച്ച് എന്താ ചേട്ടൻ്റെ അഭിപ്രായം? എനിക്കൊരു അഭിപ്രായമില്ല. സരിത നിന്നെ ചേട്ടൻ വിളിക്കുള്ളൂ അല്ലേ? കണ്ട എന്നെ അങ്ങനെ കളിയാക്കും, ചരിത അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കും. അന്ന് എനിക്ക് വേറെ എന്തെങ്കിലും ഒരു പേരിട്ട് എനിക്കും കുറ്റം പേരുണ്ട്. എനിക്ക് കുറ്റം പേര് വിളിക്കും. അജു കുജു താറാവ് എന്ന് പറയും. അജു കുജു താറാവ് സ്കൂളിൽ വിളിക്കുന്നതാ. അടുത്തത് മൃദുല വേണുഗോപാൽ. ഞങ്ങളുടെ പറമ്പിലെ കിണറ്റിൽ ആമയുണ്ടായിരുന്നു. അതിനെ ഇവിടെ അടുത്ത് തന്നെയുള്ള ആൾക്കാർ പിടിച്ചുകൊണ്ട് പോവാറുമുണ്ടായിരുന്നു. മരപ്പട്ടിയെയും. ഇപ്പൊ മരപ്പട്ടി ശല്യം കൂടിയപ്പോൾ ഫോറസ്റ്റുകാരോട് പറഞ്ഞ് അവർ വന്ന് കെണി വെച്ച് പോയതോടെ അത് വരാതായി. അടുത്തത് അബൂബക്കർ. എനിക്കും നിങ്ങളുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ അന്ന് എന്തോ പോലെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വിരുന്ന് പോയാൽ അവിടെ ഉമ്മയോടും നാത്തൂനോടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കും. അപ്പം നിങ്ങളെ വീഡിയോ കാണാൻ സമയമുണ്ടാവില്ല. ഭർത്താവിൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയാൽ അപ്പോൾ കാണും. നിങ്ങളുടെ വീഡിയോ 4 ദിവസം അവിടെ നിന്നിട്ടാവും വരിക. അപ്പം 4 ദിവസം 1 ദിവസം കൊണ്ട് തന്നെ കണ്ടു തീർക്കും. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. അത് ശരി, നമ്മൾ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ കുറേ നാൾ കൂടിയിട്ടല്ലേ പോവാ. ഇക്കയുടെ ഭാര്യയാണ് ആയിരിക്കും ഈ അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴായാലും ഫോൺ എടുത്തു കഴിഞ്ഞാൽ അമ്മ പറയും, ഓ കുറേ നാൾ കൂടിയിട്ട് വരണേ, അപ്പോൾ ഫോൺ എടുത്ത് ഇരിക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടം അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കണമാവുമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും കാണാൻ സമയം ഉണ്ടാവില്ല. അതാണ് പിന്നെ തിരിച്ചു വന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കാണുന്നത്. മെഴ്സി ജേക്കബ്. എൻ്റെ ആളും പച്ചക്കറി മാത്രമേ പുറത്തുനിന്ന് കഴിക്കൂ. എനിക്കും അതാണ് ഇഷ്ടം. പുറത്തുനിന്ന് നോൺ കഴിക്കാൻ ധൈര്യമില്ല. അതുകൊണ്ടാണ് മോനും പച്ചക്കറി സദ്യ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ മോൾക്ക് ഇഷ്ടമല്ല.
ജഗ്ഗുനത് പച്ചക്കറി സദ്യ ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറി സദ്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ റെഡിയാണ്. മറ്റേതിന് വലിയ താല്പര്യം. വിജയലക്ഷ്മി മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നമ്മളെല്ലാം ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച ആ കലാകാരന് സലീം കുമാറിന് ആദരാഞ്ജലികൾ. വീഡിയോ കാണാൻ പോകുന്നേ ഉള്ളൂ. സിജി രാജേഷ്, എൻ്റെ അച്ഛന് തൃശ്ശൂരായിരുന്നു കച്ചവടം. ഞങ്ങളുടെ വീട് കൊടുങ്ങല്ലൂരായത് കാരണം ആഴ്ചയിൽ ഒരിക്കൽ വരുമായിരുന്നുള്ളൂ. വേറൊരു ദിവസം അച്ഛൻ കൊണ്ടുവരുന്ന പലഹാരത്തേക്കാൾ ആ ആഴ്ചത്തെ ബാലരമ, പൂമ്പാറ്റ, കുഞ്ഞു കുഞ്ഞു കഥകൾ, ബുക്കുകൾ കിട്ടുമല്ലോ എന്ന സന്തോഷമായിരുന്നു കൂടുതൽ. ഒരു വെക്കേഷന് അടുത്ത വീട്ടിലെ വിരുന്ന് വന്ന കുട്ടികൾ വായിച്ചിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അതുവരെയും ഉണ്ടായിരുന്ന ബുക്കുകളെല്ലാം കൊണ്ടുപോയി. പിന്നെ അത് തിരിച്ചു കിട്ടിയില്ല. അതോടുകൂടി അച്ഛൻ വാങ്ങി തരൽ നിർത്തി. നിങ്ങൾ സ്വന്തമായി എന്ന് വാങ്ങി തുടങ്ങുന്നോ ഇനി അന്ന് വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് സ്കൂളിലേക്കുള്ള പുസ്തകങ്ങളല്ലാതെ അച്ഛൻ വാങ്ങി തന്നിട്ടില്ല. അന്ന് അച്ഛനോട് ദേഷ്യം തോന്നിയിരുന്നു. പിന്നീട് വലുതായപ്പോഴാണ് അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ചെയ്തു തന്നിരുന്നത് എന്ന് മനസ്സിലായത്. ഇപ്പോൾ കുറേശ്ശെ പുസ്തകങ്ങൾ വാങ്ങി തുടങ്ങി കേട്ടോ. അജുവായിട്ട് ഒരു വീഡിയോയിൽ കണ്ണീരും കിനാവും പുസ്തകത്തെ പറ്റി പറഞ്ഞില്ലേ, വീട്ടിൽ ഭട്ടതിരിപ്പാടിൻ്റെ. അതാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിയ ബുക്ക്. ഇപ്പോൾ ചില ബുക്സൊക്കെ എടുത്ത് വില നോക്കി അവിടെ തന്നെ വെക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഓർക്കും. നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാറാവുമ്പോൾ വായിച്ചാൽ മതി. പുസ്തകങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട്. അത് ദേശീയ പുസ്തകോത്സവം വരും, തൃശ്ശൂർ അക്കാദമിയിൽ വരും. നല്ല 40% ഡിസ്കൗണ്ടിൽ ജനുവരി ഫെബ്രുവരി ആ ടൈമിലാണ് വരാ. അപ്പോൾ 5 ദിവസം ഒരു വർഷം നമ്മൾ കുറേശ്ശെ ബുക്ക് വാങ്ങിക്കാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഓരോ മാസം കുറേശ്ശെ പൈസ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ദേശീയ പുസ്തകോത്സവം വരുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാം. എല്ലാ മറ്റേ പബ്ലിഷേഴ്സ് ഉണ്ടാവില്ലേ, എല്ലാവരുടെയും അവിടെ സ്റ്റോളുകളുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാം ബുക്കുകൾ. ഗോപാൽ സുമചേച്ചിയാണ്. അജു സരിതേ, ഇന്ന് ഞാൻ ഇമോഷണലായി കേട്ടോ. സരിത സുമചേച്ചി എന്ന് വിളിച്ചപ്പോൾ വല്ലാത്തൊരു സുഖം തോന്നി. അയ്യോ സുമചേച്ചി. എന്നെ ചേച്ചി എന്ന് അധികം ആരും വിളിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ യങ്ങറല്ലേ. അജുവും ഇന്ന് എൻ്റെ മെസ്സേജ് വായിച്ചപ്പോൾ ഇമോഷണലായി അല്ലേ? തീർച്ചയായിട്ടും ഇമോഷണലായി. അച്ഛൻ്റെ അമ്മയുടെ അസുഖകാര്യവും അമ്മയ്ക്ക് ഒരു അസുഖം വന്നിട്ട് നമ്മൾ അമ്മേനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ അൺഎക്സ്പെക്റ്റഡായിട്ട് അച്ഛൻ മരിക്കുക എന്നൊക്കെ പറയുമ്പോഴേ ആ കാലഘട്ടം. ഞാൻ അജുവിനേക്കാൾ യങ്ങാണ്, സരിതയേക്കാൾ എൽഡർ. എന്നാലും സരിതയുടെ ചേച്ചി ആയതുകൊണ്ട് അജുവിൻ്റെയും ചേച്ചിയാണ്. എനിക്ക് അനിയത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സരിതയെ അനിയത്തി സ്ഥാനത്തേക്ക് അഡോപ്റ്റ് ചെയ്തു. കാരണം ഞാനും സരിതയുമായി ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് സ്വഭാവത്തിൽ. എല്ലാം ഉള്ള പോലെ പറയുന്ന സ്വഭാവം. ഹസ്ബൻഡ് കുറേയൊക്കെ അജുവിനെ പോലെയുള്ള സ്വഭാവം. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അജു ഇസ് വെരി സിൻസിയർ പേഴ്സൺ. ഗോഡ് ബ്ലസ് യു ബോത്ത്. സന്തോഷം. അടുത്തത് രാവുണ്ണിക്കുട്ടി. ഗുഡ് മോർണിംഗ്. മിനി ചേച്ചി പറഞ്ഞ പോലെ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണാതിരുന്നാൽ ഒരു രസവും ഇല്ല. നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജിയാണ് കേട്ടോ. ഫോൺ എടുത്താൽ ആദ്യം കാണുന്നത് നമ്മുടെ ചാനലാണ്. സന്തോഷം. അടുത്ത അനിത പ്രവീൺ. ചേച്ചി കമൻറ്റ് വായിക്കുന്നത് കേൾക്കാൻ എന്ത് രസമാണ്, വളരെ മനോഹരം. താങ്ക് യു. അടുത്ത് ജാൻസി. ഗുഡ് മോർണിംഗ് അജു ചേട്ടാ, സരിത, ജഗ്ഗു. എന്നും വൈകുന്നേരം എൻ്റെ ചേട്ടൻ വീട്ടിൽ വരും. കുറച്ചു നേരം എൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കും. ഒരു ദിവസം വരുമ്പോൾ ഞാൻ അജു ചേട്ടൻ്റെ വീഡിയോ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ കാണുന്നേ എന്ന് ചോദിച്ചു ചേട്ടൻ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വീഡിയോ ആണെന്ന്. അപ്പോൾ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് ചേട്ടൻ ഫോൺ വാങ്ങിച്ചു കണ്ടു. ഇപ്പോൾ വന്നാൽ അജു ചേട്ടൻ്റെ വീഡിയോ കാണാൻ ഫോൺ ചോദിക്കും. ഇപ്പോൾ എന്നും അജു ചേട്ടനെ കാണണം, ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ്റെ ചെറിയ ഫോണാണ്, വലിയ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല. അയ്യോ പാവം, അത് കാരണം. അടുത്തത് ഫ്ലോറ ബ്യൂട്ടി സൊല്യൂഷൻ. സരിതയെ അജുവിനെ കളിയാക്കാതെ, ഇതെല്ലാം കെയറിങ് അല്ലേ? രസം, അങ്ങനെ കളിയാക്കി ജീവിക്കുക. അടുത്തത് മിനി ധനഞ്ജയൻ. ഡ്രൈവിങ്ങിനെ കുറിച്ച് സരിത പറഞ്ഞ കറക്റ്റാണ്. എനിക്കും പേടിയാണ്, എനിക്കും ആവശ്യമില്ല, എന്നാൽ ആഗ്രഹമുണ്ട്. എനിക്ക് സരിത ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കമൻ്റ് ഇടുന്നത്. നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ് സ്വഭാവം. അതായത് ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു സ്റ്റേജിൽ കയറി നിന്നിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞാൽ എനിക്കറിയാവുന്ന വിഷയമാണെങ്കിൽ എനിക്കൊരു പേടിയുമില്ല. ഒരു എന്താ പറയുക, സഭാകമ്പം അങ്ങനത്തെ ഒരു സംഭവമില്ല, ഞാൻ സംസാരിക്കും. അതിനൊന്നും എനിക്ക് പേടിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു വലിയൊരു ഓഫീസിൽ കയറി എന്നിട്ട് അവരോട് എന്തെങ്കിലും കാര്യം പറയണം, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് ഇനി ഭാഷ അറിയില്ല, പ്രശ്നമല്ല, അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ വണ്ടി എടുത്ത് റോട്ടിലേക്ക് ഇറങ്ങാൻ എനിക്ക് പേടിയാണ്. അത് നമുക്ക് എല്ലാവർക്കും എല്ലാതും പറ്റുന്നില്ലല്ലോ. ചെയ്ത് പരിശീലിക്കേണ്ട ആവശ്യം വരാത്തതുകൊണ്ടായിരിക്കും. ചേട്ടൻ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വരുന്ന ആളാന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് പകൽ സമയത്ത് എങ്ങനെയൊക്കെ പോകേണ്ടി വരികയാണ്. അപ്പോൾ പിന്നെ എനിക്കത് ആവശ്യമല്ലേ, അപ്പോൾ ഞാൻ ചെയ്തേനെ. പക്ഷെ ഇത് ആവശ്യമില്ല. ചേട്ടൻ എപ്പോഴും കൂടി ഉണ്ട്, എങ്ങടെയും പോണേ ചേട്ടൻ കൊണ്ടുവന്നാക്കി തരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അടുത്തത് ഒരു പ്രവാസി. 12:38 അജു
ഇതിൻ്റെ ലത് അങ്ങനെ ആയോണ്ടാണല്ലോ അതിൻ്റെ ലത് ഇങ്ങനെയാകുന്നത്. അപ്പോൾ സരിതേച്ചി അതെ അല്ലേ അങ്ങനെയൊക്കെ പറയും ചേട്ടൻ. ജോൺ വർഗീസ്, ഞാൻ മെസ്സേജ് ചെയ്തില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ വീഡിയോ കാണാത്തൊരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. എനിക്ക് മെസ്സേജ് ചെയ്യാൻ ഇഷ്ടമല്ല. അങ്ങനെ പറയല്ല ചേട്ടാ, എന്തെങ്കിലുമൊക്കെ എഴുതുന്നേ, എഴുതിയാൽ മതി. രാസിലുലു, അജുവിൻ്റെ അനുഭവങ്ങൾ ഉള്ള കുട്ടികൾ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ അനുഭവം ഉണ്ട്. നല്ല രസമുള്ള കാലം. അലുമിനിയം പെട്ടി, പ്ലാസ്റ്റിക് പെട്ടി എന്നിവയായിരുന്നു ബുക്സ് ക്യാരി ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. നല്ല ഹാപ്പി കാലഘട്ടം. തിരിച്ചു വരുമോ ആ കാലം? ഇല്ല, തിരിച്ചു വരില്ല. നമുക്ക് വല്ല ടൈം മെഷീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് പോവാം. സത്യസന്ധമായിരുന്ന കാലത്തെ കഥകൾ അജു സത്യസന്ധമായി പറയുന്നു. എൻ്റെ ഭഗവാൻ, ഇതുവരെയിലത്തെ കമൻസ് കഴിഞ്ഞിട്ടില്ലേ ചേട്ടാ? വാ. ജെസ്സി ടാർസസ്, അജു എന്ത് നല്ല ഒരു ഭർത്താവാണ്. സരിതയ്ക്ക് എന്ത് ഹെൽപ്പാണ് അജു ചെയ്യുന്നത്. അജുവിൻ്റെ പഴയകാലത്തെ കഥകൾ കേൾക്കാൻ എന്ത് രസമാണ്. മീൻകറിയും വറുത്തതും സൂപ്പർ. എല്ലാ പണിയും കഴിഞ്ഞ് അജു വന്നിരുന്ന് കഴിക്കുന്നതും സരിതയ്ക്കും ജഗ്ഗുമോനും വയൽ വെച്ച് കൊടുക്കുന്നതും കാണുമ്പോൾ മനസ്സ് നിറയും. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ, കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയെങ്കിലും വലുതായാൽ മതിയെന്നായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ, ഓർക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ അതായിരുന്നു സ്വർഗം. കറക്റ്റ്. എങ്ങനെയെങ്കിലും ഈ സ്കൂൾ ലൈഫ് ഒന്ന് കഴിഞ്ഞാൽ മതി. അന്ന് വിചാരിക്കും, അയ്യോ അമ്മയ്ക്ക് അച്ഛനൊക്കെ എന്തൊരു സുഖം. ഞാൻ എല്ലാ ദിവസവും വിചാരിക്കണമായിരുന്നു സ്കൂളിൽ പോകണ്ടല്ലോ, അവരത്രയ്ക്കൊക്കെ ഒന്ന് ആയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. ദൃശ്യ ബാബു, മീൻകറിയും മീൻ വറുത്തതും കണ്ട് വായിൽ വെള്ളം വന്നു. സരിതേച്ചി ഈ പാട്ട് മനോഹരം. ഈ വീഡിയോൻ്റെ കമൻസിന് ഞാൻ റിപ്ലൈ തന്നിട്ടില്ല അല്ലേ? ഈ വീഡിയോൻ്റെ കമൻസ് ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് അന്ന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശ്രീകല ഷാബു, ഞാൻ സഞ്ചി വരെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു സഞ്ചിയുണ്ട് സ്കൂളിൽ കൊണ്ടുപോകുന്ന, വയറുകൊണ്ട് മെടഞ്ഞ കൊട്ട, ഒന്നും പറയണ്ട. പിന്നെ പടിപടിയായി ഓരോന്ന് കയറി കിട്ടി. എനിക്കുണ്ടായിരുന്നു, സഞ്ചിക്കുണ്ടായിരുന്നു, എല്ലാതും ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ. സഞ്ചിയുടെ കാലഘട്ടം. പിന്നെ റബ്ബർ ബാൻഡില്ലേ മറ്റേ ഇലാസ്റ്റിക്കിൻ്റെ റബ്ബറിൻ്റെ മറ്റേത്, അത് സ്കൂളിൽ ഹൈസ്കൂളിൽ പഠിച്ചിറങ്ങിയപ്പോൾ പിന്നെ അത് അല്ലെ ആകെപ്പടി നമുക്ക് ഓരോ നേരത്തെ ബുക്കുകളല്ലേ ഉച്ചയ്ക്ക് ഓർമ്മ വരില്ലോ. അപ്പോൾ ഓരോ നേരത്തെ ബുക്ക് ഇതിങ്ങനെ തോളത്ത് വെച്ചിട്ട് ഇതുകൊണ്ട് മണി ഇങ്ങനെ വലിച്ചു കാണിക്കില്ല കഥാനായകനിൽ വലിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഇത് മതിയെന്ന് ചോദിക്കില്ലേ, അതേപോലത്തെ സാധനം ടൈലറുടെ അടുത്ത് കൊണ്ടുപോയി തുന്നിച്ച്. ഞാൻ ഈ പറഞ്ഞ മെടഞ്ഞ കൊട്ട കണ്ടിട്ടുണ്ട്. ആളുകൾ അന്ന് കൈ പിടിച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും അങ്ങനെ കണ്ടിട്ടുണ്ട്. എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ കൈ പിടിക്കണത്. ഞാൻ പഠിക്കുമ്പോഴൊക്കെ പെട്ടിയും പിന്നെ 5ാം ക്ലാസ്സൊക്കെ ബാഗായി. മറ്റേ സാധാ ഇപ്പോൾ ഉപയോഗിക്കണ ബാഗില്ല, അങ്ങനത്തെ ബാഗുകൾ, തയ്ച്ചിട്ടുള്ള ബാഗുകൾ വന്നു തുടങ്ങി. അടുത്തത് രേഖ ശശികുമാർ, എൻ്റെ ബാല്യകാല സ്മരണകൾ എഴുതാൻ വാക്കുകളില്ല. അങ്ങനെ പറയരുത്, വാക്കുകളൊക്കെ ഉണ്ട്, എഴുതാൻ ശ്രമിച്ച വാക്കുകൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നോളും. ശെൽവരാജ സുധാകരൻ, സരിതയുടെ പാട്ട് സൂപ്പർ, അതുപോലെ മീൻകറി അടിപൊളി. എന്തായാലും മീൻകറി നാട്ടിൽ വരുമ്പോൾ വെച്ച് നോക്കണം. ഇവിടെ നാട്ടിൽ വരുമ്പോൾ എല്ലാം മറക്കും. ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഓർമ്മ വരും. ഞാൻ 45 വർഷമായി പ്രവാസിയാണ്. അയ്യോ, അതിൽ 25 വർഷത്തോളം വെച്ചുണ്ടാക്കി കഴിക്കുമായിരുന്നു. ഇപ്പോൾ 20 വർഷമായിട്ട് കമ്പനി ഫുഡാണ്. അതുകൊണ്ട് മെസ്സിൽ ചെല്ലാം, കഴിക്കാം, തിരിച്ചു പോരാം, സുഖം. അതുകൊണ്ട് ഇപ്പോൾ പാചകമെല്ലാം മറന്നതുപോലെയായി. എൻ്റെ ഭഗവാനെ, 45 വർഷമായിരുന്നു നാട് വിട്ട് ജീവിക്കണു അല്ലേ, എന്തെന്നാ പറയാ. അടുത്തത് ജീനാനാഥ്, നിങ്ങളുടെ പോണ്ടിച്ചേരി യാത്രയുടെ വീഡിയോ കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. സരിതയുടെ പാട്ട് സൂപ്പർ. അടുത്തത് സ്നേഹലത നായർ, സൂപ്പർ സോങ് സരിത, വെൽ സങ്. തോ ഹെൻ വാസ് ട്രബ്ലിംഗ് യു. അജു ഈസ് സോ ആക്റ്റീവ്, ലവ് ബോത്ത് ഓഫ് യുവർ വൈബ്സ്. ഹിയർ ഇൻ ചെന്നൈ വി ഡോണ്ട് ഗെറ്റ് ഗുഡ് മത്തി. ഐ ലൈക്ക് മത്തി ഫിഷ്. നൈസ് ടു സീ you making it. Super school memories. We too had 2 uniforms for full year. Have a good day. ചെന്നൈയിൽ നല്ല മത്തിയില്ല, നമുക്കിവിടെ കിട്ടാണ്ടാവുമ്പോൾ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരില്ലേ ചാള, ടേസ്റ്റ് ഇല്ല. അടുത്തത് ബിന്ദു MK, എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ കൊട്ടയായിരുന്നു, നിനക്കെന്തായിരുന്നു എന്ന് സരിതയോട് ചോദിക്കുന്നത് കേട്ട് ചിരി വന്നു. സത്യത്തിൽ എൻ്റെ അനുഭവം ഇതായിരുന്നു. അടുത്തത് രാധാ നായർ, അജു പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യങ്ങൾ. അന്നത്തെ കാലം ഓർക്കുമ്പോൾ എന്നും സന്തോഷം തോന്നുന്നു. മടിയന്മാർ എല്ലാം ഇന്ന് ധനികന്മാർ, നല്ല ഓർമ്മകൾ. മടിയന്മാരെല്ലാവരും ധനികന്മാരായിരുന്നു, എല്ലാം നല്ല ഓർമ്മകളാണ്.
ശരിയാ, പഠിക്കാൻ മടിയുള്ളവർ. ബാക്ക് ബെഞ്ചിലുള്ളവരല്ലേ, അവർക്ക് നല്ല നല്ല പ്ലാനുകളുണ്ട്. അവർക്ക് ഇവിടെ ക്ലാസ്സിലായിട്ട് ബിസിനസ് ചെയ്യാൻ മിടുക്കന്മാരായിരിക്കും. അവർക്ക് അതിനുള്ള ബുദ്ധിയായിരിക്കും ദൈവം കൊടുത്തിട്ടുണ്ടാവുക. പഠിക്കണവര് പഠിച്ച് അങ്ങനത്തെ ജോലിയിൽ കയറിയിട്ടുണ്ടാവും. എന്നിട്ട് അരിഷ്ടിച്ചിട്ടായിരിക്കും അവരുടെ ജീവിതം. അതാ. അടുത്തത് ഹസീന മുസ്തഫ, വായിച്ചിട്ടുണ്ടല്ലോ. ഹസീന മുസ്തഫ വായിച്ചിട്ടുണ്ട്. അടുത്തത് വിൽസൺ കറുകയിൽ. അജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പഴയ സ്കൂൾ ജീവിതം, സ്കൂളിൽ പോയിരുന്ന കാലം എല്ലാം ഓർമ്മ വന്നു. എനിക്കും ഒരു പെട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3-5 പേർക്ക് ഉള്ള പെട്ടി. ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾക്ക് 3-4-5 പേർക്ക് ഉണ്ടായിരുന്നുള്ളൂ പെട്ടി. ബാക്കിയുള്ളവരെല്ലാം പുസ്തകങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കൊണ്ടുപോയിരുന്ന കാലമായിരുന്നു അത്. ഞങ്ങൾക്ക് പമ്പയാർ കടന്നാണ് സ്കൂളിൽ പോകേണ്ടിയിരുന്നത്. അന്നൊക്കെ വള്ളത്തിലായിരുന്നു യാത്ര. കുട്ടികളെ ഇടിച്ച് നിറച്ച് വള്ളത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ആ കാഴ്ച ഇന്നും മനസ്സിലുണ്ട്. ദൈവമേ, പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ വെള്ളപ്പൊക്ക സമയങ്ങളിൽ ഒഴുക്കിനെ അതിജീവിച്ച് ദൂരെ നിന്ന് വള്ളം വരുന്ന കാണുമ്പോഴുള്ള ആ അനുഭവങ്ങൾ ഇന്നും മായാതെ നിൽക്കുന്നു. തീർച്ചയായും ഇന്നത്തെ വീഡിയോ എന്നെ പഴയൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. ആ മനോഹരമായ ഓർമ്മകൾ വീണ്ടും അനുഭവിക്കാൻ അവസരം നൽകിയതിന് ഒരുപാട് നന്ദി. അജുവിനും കുടുംബത്തിനും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. വിൽസൺ കറുകയിൽ ആൻഡ് ലിനു വിൽസൺ. പമ്പ എന്ന് പറയുമ്പോൾ ആറന്മുള ആ ഏരിയയിലേക്കില്ല. ആറന്മുള ചെങ്ങന്നൂർ ആവശ്യമൊക്കെയാവില്ലേ? കോഴഞ്ചേരി ആവശ്യമൊക്കെയാവുന്നു വീടേ. അടുത്ത കാഴ്ച. അന്ന് ഈ പുസ്തകമൊക്കെ പിടിച്ചിട്ട് വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തോടുന്നല്ലേ. എൻ്റെ 1ാം ക്ലാസ് 2ാം ക്ലാസ് ഓട്ടോറിക്ഷയിലായിരുന്നു. 3-4 സ്കൂൾ ബസ്സിൽ ഈ പറഞ്ഞ പോലെ ചാളടയ്ക്കണമെന്ന് പറയില്ലേ, അങ്ങനെ പിള്ളേരെ കുത്തി നിറച്ചിട്ടാ ശ്വാസം മുട്ടി നിലവിളി കേട്ട് എങ്ങനെയോ 2 കൊല്ലം വന്നു. 5ാം ക്ലാസ് തൊട്ട് നടന്നിട്ടാ പോയിടണം. ഗീത് ശ്രീ 8:50. അയ്യോ, എന്തൊരു കോയിൻസിഡൻസ്. ഞങ്ങളും ജൂലൈ ഓഗസ്റ്റ് നാട്ടിൽ വരുമ്പോൾ തഞ്ചാവൂർ ശ്രീരംഗം ഒക്കെ പോകണമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിൽ വരാൻ പറ്റുമോയെന്ന് അറിയില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നല്ലാതെ എന്തു ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കൊക്കെ മാറും. ചർച്ചയൊക്കെ നടക്കുന്നുണ്ടല്ലോ, വേഗം മാറും, എല്ലാം ശരിയാവട്ടെ. അടുത്തത് രചന ഉത്തമൻ. എൻ്റെ കമൻറ്റ് വായിച്ചത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. മകളുടെ അടുത്ത് ചെന്ന് സരിത വായിക്കുന്നത് കേൾപ്പിച്ചു കൊടുത്തു. നിങ്ങളുടെ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് നിർത്താൻ തോന്നില്ല. അജുവിൻ്റെ കഥകൾ കേൾക്കാൻ നല്ല രസമാണ്. സ്കൂൾ കാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പണ്ടത്തെ കാര്യം ഓർത്തു. 1ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഇന്ന് അമ്മയ്ക്ക് 81 വയസ്സ്. 1 മുതൽ 4 വരെ പഠിച്ചത് കാസർഗോഡാണ്. അങ്ങനെ ഓരോ ഓർമ്മകൾ മനസ്സിൽ വന്നു. സരിതയുടെ പാട്ട് നന്നായി, ഇടയ്ക്ക് പാട്ട് പാടണം. സ്നേഹം മാത്രം. അപ്പോൾ ഇപ്പോൾ ഒരു 10-60 വയസ്സൊക്കെ ഉണ്ടാവില്ലേ? 55 വയസ്സ് എൻ്റെ പ്രായം. അടുത്തത് ഇന്ദിര സിയൻ. സോങ് സൂപ്പർ. കോഴി കച്ചേരി നടത്തിയത് അജു വക പരട്ടക്കോഴി. അടുത്തത് റോസ്മോൾ പ്രകാശ്. ഒരുപാട് പഴയ ഓർമ്മകൾ തരുന്ന അജു ചേട്ടൻ, സരിത ചേച്ചിക്ക് നന്ദി. എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്. ഞാൻ അബുദാബിയിലാണ്. നാട്ടിൽ വരുമ്പോൾ കാണണം. കമൻറ്റ് വായിക്കണേ. പാട്ട് നന്നായി പാടി. കമൻറ്റ് വായിച്ചിട്ടുണ്ട്. അടുത്തത് രേഖ. നിങ്ങളൊന്ന് പോയി തരാമോ? ഞാനൊന്ന് കഴിച്ചോട്ടെ അല്ലേ അജു ചേട്ടാ? ഗുഡ് മോർണിംഗ്. പാട്ട് സൂപ്പർ. ചോറ്. അടുത്തത് ധനു. സരിത ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടല്ലേ? ഇല്ല, വെച്ചിട്ടില്ല. എന്താ അങ്ങനെ തോന്നിയേ? ഞാൻ വിളിത്തുണ്ടാ? ചിലപ്പോൾ തോന്നുന്നുണ്ടോ? ജയശ്രീ മനോജ്. അജുവേട്ടാ, ഞാനും സെയിം. അമ്മ വയറിൻ്റെ കൊട്ട മെടഞ്ഞു തരുമായിരുന്നു. ഞാനും ചേച്ചിയും 10 വരെ കൊട്ടയാണ് കൊണ്ടുപോയിരുന്നത്. അജു ചേട്ടൻ പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. അടുത്തത് എലിസബത്ത് ജേക്കബ്. സൂപ്പർ എപ്പിസോഡ്. അജൂസ് ഫിഷ് ക്ലീനിങ് വാസ് സോ ഫാസ്റ്റ് ആൻഡ് എക്സലൻറ്റ്. എൻ്റെ സരിത സിംഗിങ് വാസ് ടു ഗുഡ്. ലഞ്ച് അജൂസ് കഴിക്കുന്നത് കണ്ടിട്ട് കൊതി സഹിക്കാൻ വയ്യ. മറ്റുള്ളവരുടെ കാര്യം എന്തിനു പറഞ്ഞു? ചേട്ടൻ തന്നെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വീഡിയോനെ വീണ്ടും ചുരുക്കി എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇടാൻ വേണ്ടി ചേട്ടൻ എഡിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ ചേട്ടൻ തന്നെ കൊതിയാവും. അന്ന് വല്ല ചമ്മന്തി അതൊക്കെ ഇട്ട് നമ്മൾ എന്തിട്ടെങ്കിലൊക്കെ പറമ്പിൽ നിന്ന് കിട്ടിയ പച്ചലകളും അതൊക്കെ ഇട്ട് തള്ളി നീക്കുന്ന ദിവസമായിരിക്കും ഈ വീഡിയോ കാണാം. അപ്പോൾ ചേട്ടന് മീൻ കൂട്ടാനും മീൻ വറുത്ത കാണുമ്പോളേ പറഞ്ഞ പോലെ മീൻ കുറേ ദിവസമായില്ലേ? കുറേ ദിവസമായി. അന്ന് ചാളക്കൂട്ടാൻ വെച്ചതിന് ശേഷം വെച്ചിട്ടില്ലേ? അടുത്തത് ശശി KP. അജുവേട്ട നമസ്കാരം. കഴിഞ്ഞ 5 വർഷമായി ചാനൽ മുടങ്ങാതെ കാണുന്ന ആളാണ്.
ഞാനെങ്കിലും ആദ്യമായിട്ടാണ് ഒരു കമന്റ് എഴുതുന്നത്. വീട് കോഴിക്കോടാണ്. ചേട്ടന്റെ മകളെ വിവാഹം കഴിച്ചത് തൃശ്ശൂർ കോലഴി എന്ന സ്ഥലത്താണ്. അവിടെ വരുമ്പോൾ അജുവേട്ടൻ്റെ താമരശ്ശേരി എന്ന 6 സഹോദരങ്ങളുടെ വീട് ഉൾപ്പെടുന്ന സ്ഥലവും അജുവേട്ടൻ്റെ ഫാമിലിയെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. സരിതയുടെ ഷോപ്പും അതിനടുത്ത ക്ഷേത്രവും നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ട്? അജുവിൻ്റെയും സരിതയുടെയും കളങ്കമില്ലാത്ത എന്തും തുറന്നു പറയുന്ന ശൈലി, അതാണ് ഈ ചാനലിലേക്ക് ഞങ്ങളെ ആകർഷിച്ചത്. കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്ററാണ് സരിതയുടെ കടയിലേക്ക്. ഹൈലൈറ്റ് മാളിൻ്റെ തൊട്ടടുത്താണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കുട്ടനല്ലൂർ ദേവീക്ഷേത്രം, കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രം. വലിയ അമ്പലമാണത്. നമ്മുടെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുണ്ടോളി മഹാവിഷ്ണു നരസിംഹ ഭഗവാന്റെ അമ്പലം. ആ വഴി കാണാം ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന്. ഹൈവേയുടെ നേരെ ഓപ്പോസിറ്റ്, ഹൈവേ ആണ് അതിൻ്റെ ഓപ്പോസിറ്റ്. മോഡേൺ ഇലക്ട്രിക്കൽസ് പറഞ്ഞ വലിയ ഷോപ്പും കാണും. ഇലക്ട്രിക്കൽ മറ്റേ ലൈറ്റുകളിൽ ഷാൻലെയർ ഒക്കെ പോലത്തെ ലൈറ്റ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവരെ ഷോപ്പ്. ഹൈവേ ഇപ്പുറത്ത് സർവീസ്. അത് കാരണം അറിയാൻ സുഖമാണ്. ഹൈലൈറ്റ് മാള് കടന്നിട്ട് നേരെ തന്നെ വരാം. നേരെ തന്നെ വരുമ്പോൾ ഹൈവേയിലേക്ക് എത്തും. ഹൈവേന്ന് നേരെ ലെഫ്റ്റ്, സർവീസ് റോഡിൽ ലെഫ്റ്റ് എടുക്കുക. 200 മീറ്റർ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സുസുക്കിയുടെ ഷോറൂം ഉണ്ട്, കമേഴ്സ്യൽ വെഹിക്കിൾസിന്റെ. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ അവരുടെ നേരെ മുകളിൽ. ഇവരെ കട കഴിഞ്ഞിട്ടാണ് സ്കോഡയുടെ ഷോറൂം, അമ്പലം, ഈ കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രം വരുന്നത്. കുറേ പേര് അതിൽ കൂടെ പോയിട്ടേ ഷോപ്പ് കാണാണ്ട് പോയി നിന്നിട്ട് അമ്പലം വരെ എത്തിയിട്ട് തിരിച്ചു പോവാന്ന്. അടുത്തത് സു. വോ മത്തി സൂപ്പർ. ഞങ്ങൾ വെളുപ്പിനെ 4:30 പോകും മീൻ വാങ്ങാൻ മാർക്കറ്റിൽ, ശിവാജി നഗർ മീൻ മാർക്കറ്റ്. നിങ്ങളുടെ വീഡിയോ സൂപ്പറാട്ടോ. ഫുൾ കാണുന്ന വീഡിയോകളിൽ ഒന്ന് നിങ്ങളുടെ വീഡിയോ ആണ്. ഗോഡ് ബ്ലസ് യു പ്രിയപ്പെട്ടവരെ. പിന്നെ എനിക്ക് മത്തിയുടെ തല ഭയങ്കര ഇഷ്ടമാണ്. ശിവാജി നഗർ ബോംബെയിലാണോ? അല്ല, ബാംഗ്ലൂര്. എനിക്കറിയില്ല. അജീഷ് വി സി, നമസ്കാരം. നമസ്കാരം. 50 രൂപയുടെ മുട്ടയാണ് ഇട്ടതെന്ന് കോഴിയോട് പറയണ്ട, തലക്കനം കൂടും കോഴിക്ക്. അടുത്തത് സീന തോമസ്. കുടിലിൽ പാചകം, കൂടാരത്തിൽ ഊണ്, കൊട്ടാരത്തിൽ ഉറക്കം. ഭാഗ്യവതി. നിങ്ങളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല കേട്ടാ. നോക്കിയല്ലേ എന്ത് രസമായിട്ട് പറഞ്ഞേക്കണേ. കുടിലിൽ പാചകം, കൂടാരത്തിൽ ഊണ്, കൊട്ടാരത്തിൽ ഉറക്കം. നമ്മുടെ വീടിനെ കൊട്ടാരത്തിനോടാണ് ജീവിതം. അതെ, അതാണ് ഞങ്ങളുടെ ജീവിതത്തിനെ ഇങ്ങനെ ചുരുക്കി വിളിക്കാം. നമ്മുടെ വീടിനെ കൊട്ടാരെന്ന് വിശേഷിപ്പിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ. നമ്മൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ, സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കുകയാണെങ്കിൽ വലിയ വീടൊന്നും വേണമെന്നില്ല. ഉള്ള വീടും കൊട്ടാരവും അല്ലേ. അല്ലെങ്കിൽ അകലെ നിന്ന് മറ്റേ ബന്ധുക്കൾ ശത്രുക്കൾ സിനിമയിലത്തെ പാട്ടില്ലേ, കുമാരൻ തമ്പി എഴുതിയ പാട്ട്, എത്ര അർത്ഥവത്തായ പാട്ടാ. അയ്യോ. അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾക്കതുതാൻ കാരാഗൃഹം. അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾക്കതുതാൻ കാരാഗൃഹം. നിലകൾ എണ്ണുമതിൽ കഥയെന്ത് പൊരുളെന്ത്, നിലകൾ എണ്ണുമതിൽ കഥയെന്ത് പൊരുളെന്ത്. ഹൃദയലയം കാണും കുടിലേ മണിമാളിക, ഹൃദയലയം കാണും കുടിലേ മണിമാളി. ടൂൺ മറന്നുപോയി. അതായത് കുറേ നിലകളുണ്ടാവുന്നു വീടിന്, പക്ഷെ അതിലൊരു കഥയും ഉണ്ടാവില്ല. പക്ഷെ ഹൃദയങ്ങൾ തമ്മിൽ ലയിക്കുന്ന കുടിൽ മണിമാളിക. ഇവിടെ സ്നേഹമെന്നാൽ സ്വർണമാണെൻ കിളിമകളെ, പ്രണയവും പരിണയവും വ്യാപാരം കിളിമകളെ. എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ, എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ. ബന്ധുവാര് ശത്രുവാര്, ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ. ബന്ധുവാര് ശത്രുവാര്, അരങ്ങത്ത് ബന്ധുക്കൾ, അവർ അണിയറയിൽ ശത്രുക്കൾ. എന്ത് രസമുള്ള വരികളല്ലേ. ഈ മറ്റേ എന്താ പറയുക, ഈ ഒരു
കമൻറ്റ് നമ്മളെ അതിലേക്കൊക്കെ കൊണ്ടുപോയി. കുടിലിൽ പാചകം, കൂടാരത്തിലൂണ്, കൊട്ടാരത്തിൽ ഉറക്കം. ഭാഗ്യവതി എന്ന് പറഞ്ഞാൽ തന്നെയല്ലോ ഉദ്ദേശിച്ചത്, അങ്ങനെ പറയരുത്. ഭാഗ്യവാനും ഭാഗ്യവതിയും എന്നൊക്കെ പറയണം അല്ലേ? ചേട്ടനും അങ്ങനെ തന്നെയല്ലേ? എന്നെയാണ് ഇതിൽ ഉദ്ദേശിച്ചത്. ബിന്ദു സുരേന്ദ്രൻ, ഐ എം ഓൾസോ ഫ്രം തൃശ്ശൂർ കൊടകര, ബട്ട് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മുംബൈ. വാട്ട് എവർ യു സേ ഐ ക്യാൻ റിലേറ്റ് ടു ഇറ്റ് ബിക്കോസ് we used to visit Kerala in our vacation time every year, my dad's house. So all that you talk about is very nostalgic. We were a dozen cousins, so it was all fun. Now all are different places, only memories linger. Love your vlogs and family. തൃശ്ശൂരാണ്, പക്ഷേ ജനിച്ചതും വളർന്നതൊക്കെ ബോംബെയിലാണ്. എന്നിട്ടും നമ്മുടെ നാടും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ശരിക്കും അവിടെ ജനിച്ചു വളർന്നവർക്ക് ഇവിടെ ഇഷ്ടേ ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ നിർമ്മല ആൻറ്റി, നീതും നിമലൊക്കെ ബോംബെയിൽ അല്ല വളർന്നത്. അവർക്ക് ഇങ്ങോട്ട് വരാനേ ഇഷ്ടമല്ല നിമലിനൊന്നും. അവർക്ക് അവിടെ എല്ലാം അവിടെയുമായിട്ട് അവർ ലയിച്ചു ചേർന്നു. അടുത്ത് റോസ്മോൾ പ്രകാശ്, ഞാൻ ഡെയിലി വീഡിയോ കാണും. ഇന്ന് സരിതേച്ചിയുടെ പാട്ട് കേട്ട് കരഞ്ഞു. കാരണം ഒരുപാട് ഓർമ്മകൾ വന്നു മനസ്സിൽ. എൻ്റെ അപ്പച്ചൻ കുട്ടിക്കാലത്ത് റേഡിയോ എപ്പോഴും വെക്കും. ജോലി കഴിഞ്ഞ് വന്നാൽ റേഡിയോ ഓണാക്കും, എന്നിട്ട് കൂടെ പാടും. ഇത് ഡെയിലി ചെയ്യും. അത് കാരണം എനിക്ക് പഴയ സോങ്സ് എല്ലാം അറിയാം. ഈ പാട്ട് അപ്പച്ചൻ്റെ ഫേവററ്റ് സോങ് ആണ്. അങ്ങനെ സന്തോഷമായി പോകുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കും. ചേട്ടൻ 6ലും. അപ്പച്ചനും അമ്മയും ഡിവോഴ്സായി. അയ്യോ, എല്ലാ സന്തോഷവും അവിടെ തീർന്നു. 4 വർഷം മുമ്പ് അപ്പച്ചൻ മരിച്ചു. ഞാനും ചേട്ടനും അമ്മയും കാണാൻ പോയിരുന്നു. പഴയ പാട്ട് കേൾക്കുമ്പോൾ അപ്പച്ചനെ ഓർമ്മ വരും. അയ്യോ, അപ്പോൾ ഭയങ്കര വിഷമകരമായൊരു കുട്ടിക്കാലമായിരിക്കും ഈ കുട്ടിയുടെ. അടുത്തത്, കാരണം ഇപ്പോഴൊക്കെ ഡിവോഴ്സൊക്കെ ഒന്നും അല്ലാണ്ടായി. ഡിവോഴ്സ് എന്ന് കേൾക്കുമ്പോൾ ഒന്നും, പക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ. അടുത്തത് അജന്ത സ്റ്റുഡിയോ, സരിതയുടെ പാട്ട് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അതുപോലെ അജുവിൻ്റെ പഴയ കഥകളും നല്ല രസമാണ് കേൾക്കാൻ. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത നമ്മുടെ കഥകളും ഓർമ്മയിൽ വരും. അടുത്തത് പ്രവീണ 30-30 അനാവശ്യ സമരം ഒഴിവാക്കാൻ പറഞ്ഞുകൊണ്ട് സമരം, അത് പൊളിച്ചു. അത് ഞാൻ വലിയൊരു സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളായിരുന്നു, ഒരു കൊല്ലം കണ്ടമാന സമരമാണ്. എന്നും ഈ പുസ്തകമായിട്ട് പോകുമ്പോൾ വീട്ടുകാരനെ പറയും, എന്തിനാ പോണത്, ഇപ്പം അങ്ങോട്ട് തിരിച്ചു വരേണ്ടതന്നെയല്ലേ സമരം എന്ന് പറഞ്ഞിട്ടേ. അങ്ങനെ നിറയെ സമരമായി. ഇപ്പം എന്തൊരു ചെയ്തേ, ഒരു കൂട്ടർ എന്തൊരു ചെയ്തേ, അനാവശ്യ സമരം ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് സമരം എടുത്തവർ. അതന്നെയല്ലേ പറഞ്ഞു. അടുത്തത് KZ സച്ചു, അജുവേട്ടാ എനിക്കും അലുമിനിയം പെട്ടി ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുണി ബാഗ് ആയിരുന്നു. അടുത്തത് സജി വർഗീസ്, ഹായ് അജുവേട്ടാ, സരിത ജെ. ഇന്നത്തെ സരിതയുടെ പാട്ട് സൂപ്പർ. നീലജലാശയത്തിൽ ഹംസങ്ങൾ എന്ന പാട്ട് പാടുമോ സരിത ഫ്രം ഒമാൻ. ദൈവമേ, നമ്മുടെ രജിരാജൻ പറഞ്ഞിട്ടുള്ള പാട്ട് പറഞ്ഞു തുടങ്ങിയെന്നറിയോ? നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും. അങ്ങനെ അതെനിക്ക് അതിന്റെ വരികൾ അറിയില്ല. എന്നിട്ട് പാടാട്ടാ രജിരാജ. സോറി ട്ടാ. അടുത്തത് ടീനാസ്, അതോ ലോകം ടീമായി ഹൗസ് ബോട്ട് വ്ളോഗ് ചെയ്യാമോ എന്ന് വീഡിയോയിൽ കമൻ്റ് ഇട്ടപ്പോൾ ഞങ്ങൾ ഉടനെ വരുന്നുണ്ട് എന്ന് റിപ്ലൈ തന്നിട്ട് ഇപ്പോൾ ഹൗസ് ബോട്ടിൽ ഒരു തേങ്ങയും ഇല്ലയെന്ന്. അത് നോക്കണ്ട, റിപ്ലൈ തരണം ചിലപ്പോൾ ഞാനായിരിക്കും. എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഉടനെ വരാം, ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിപ്ലൈ തരണേ. പക്ഷേ ഞാൻ അറിയുന്ന പോലില്ല ഇത്. ഹൗസ് ബോട്ടിലൊരു തേങ്ങയില്ലാന്ന് തന്നെയാണ്. ചേട്ടന് ഇഷ്ടമില്ലാത്തതിൽ ഒന്നും ഒരു തേങ്ങയില്ലാന്ന് പറയും. എന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് അടിപൊളിയാലേ, ഇത് രസമായിരുന്നു അല്ലേ സരിതേ എന്ന് പറയും. അത് നമുക്ക് എവിടെയായാലും നമ്മൾ ആരോടൊപ്പം എന്നതാണ് പ്രസക്തി എന്നാണ് എനിക്ക് തോന്നണേ. നമ്മൾ നമ്മുടെ വീട്ടിലായാലും റോട്ടിലായാലും ഏത് പൊട്ട സ്ഥലത്തായാലും എത്ര ഭംഗിയുള്ള സ്ഥലത്തായാലും നമ്മൾ ആരുടെ കൂടെ, നമ്മൾക്ക് ഒരേ വൈബിള്, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ആൾക്കാരുടെ കൂടെയാണോ നമുക്ക് രസമായിരിക്കും. അത് സമയം പോണത് അറിയില്ല അല്ലേ? ശരി. അടുത്തത് റഫീഖ്, ജൂൺ 8 എൻ്റെ മോളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, വിഷ് ചെയ്യാമോ? പിന്നെ ജൂൺ 8 കഴിഞ്ഞു. ഇന്നിപ്പോൾ ജൂൺ 13. നേരം വൈകിയാലും ഞങ്ങളുടെ വിവാഹ വാർഷിക ആശംസകൾ കേട്ടാ.
അടുത്തത് KA ജോയ് കള്ളിക്കാടൻ. ആ ജൈവ ചക്ക മുട്ട ഇട്ട കോഴിയെ പരട്ട കോഴി എന്ന് വിളിച്ചത് കോഴി ദൈവങ്ങൾ പൊറുക്കില്ല. എന്തായാലും മുട്ടയിൽ ചക്കക്കുരു ഉണ്ടോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഈ ചേട്ടൻ നല്ല രസാട്ടാ, ഭയങ്കര കോമഡിയാണ്. നല്ല ആള് ഒരു ചെറിയ ഒന്നോ രണ്ടോ വരി എഴുതുള്ളൂ, അത് നല്ല കോമഡി ആയിരിക്കും കമന്റ്. ആള് വീട്ടിലും അതുപോലെ തമാശക്കാരനായിരിക്കില്ല. ആയിരിക്കും. ചിലരൊക്കെ ഭയങ്കര സരസമായിട്ട് എഴുതാറിയാം, അവർ വീട്ടിൽ ഭയങ്കര രസ ആളുകളായിരിക്കും, എല്ലാത്തിനും തമാശയോടെ കാണുന്ന ആളുകളായിരിക്കും. അത് മതി, ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നേ ഒക്കെ തമാശ, അതിൻ്റെതായ സീരിയസ്നെസ് കൊടുത്താൽ മതി. അടുത്തത് മീന ശ്രീധരൻ. സത്യം എനിക്കും പെട്ടിയുടെ ദൈവം, ഈ പെട്ടി കമന്റ് കഴിഞ്ഞില്ലേ? അത് ആളുകളെ ഓർമ്മകളല്ലേ, അത് നമുക്ക് മുഴുവൻ ദൂരെ കളയാൻ പറ്റുമോ? അതൊക്കെ വായിക്കണ്ടേ? സത്യം എനിക്കും പെട്ടിയുണ്ടായിരുന്നു. കുറേ ഓർമ്മകളുണ്ട് സ്കൂൾ കാലം. ഒരു കുടയിൽ 4 പേരൊക്കെ ഒരുമിച്ച് വന്നിരുന്ന കാലം. കോരിച്ചൊരിയുന്ന മഴയിലും ഒരു അലേർട്ടും ഉണ്ടായിരുന്നില്ല. അതന്നെ, അന്നല്ല അധ്യാപകർ നല്ല ശിക്ഷ തന്നിരുന്നു. പനി വന്നാലും സ്കൂളിൽ പോകും, ഇടി വെട്ടിയാൽ മാത്രം പോകാൻ പേടിയാണ്. സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ച് അട ചുട്ടതോ എന്തെങ്കിലും പലഹാരം, അയ്യോ എനിക്ക് ചുട്ടാട തിന്നാൻ തോന്നുന്നത് വായിച്ചപ്പോൾ, എന്തെങ്കിലും പലഹാരം തിന്നാൻ കൊതിയായിട്ടാണ് വരിക. ഒരുപാട് ഓർമ്മകൾ എഴുതിയാലും പറഞ്ഞാലും തീരാത്തത്ര. അയ്യോ നോക്ക്, നല്ല മഴ പെയ്യുമ്പോൾ ഇങ്ങനെ നല്ല നല്ല പച്ചരി ഇതില്ലേ, അതിൻ്റെ അടയില്ലേ, പൂവട വേണം കേട്ടോ. മധുരട്ടാട ഇഷ്ടമല്ലേ? എനിക്ക് പൂവട ഇഷ്ടം. അത് ചുട്ടെടുക്കണം ചട്ടിയിൽ, എന്നിട്ട് ഇല കരിഞ്ഞൊരു സ്മെല്ല് മഴ പെയ്യുന്ന ടൈമിൽ നമുക്ക് മഴ പെയ്യുമ്പോൾ ഉണ്ടാക്കണം കേട്ടോ. 4 പേര് കുട പിടിച്ച് നടക്കുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഈ അറ്റത്തുള്ള ആൾ ഇങ്ങനെ കൊടരെ മുകളിൽ പിടിച്ചിട്ട് ഇങ്ങനെയാക്കും, അപ്പോൾ അപ്പുറത്തുള്ള ഇങ്ങോട്ട് വരിക്കും അങ്ങോട്ട് വരിക്കും. ഇങ്ങനെയാണ് സ്കൂൾ വരെ എത്തുമ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും നനഞ്ഞിട്ടുണ്ടാവും. പക്ഷെ രസമായിരുന്നു അത്, നനഞ്ഞ പാവാടെ ആ നനഞ്ഞ ഒട്ടിയിട്ടിട്ടാണ്. പക്ഷെ എന്നാലും അസുഖമൊന്നും വന്ന് ഓടുന്നില്ല കേട്ടാ, നനഞ്ഞിട്ടിരുന്നാലും. അടുത്തത് ദീപാലാലു. വീണ്ടും പഴയകാലം. പ്ലാസ്റ്റിക്കിൻ്റെ കൂടയിലായിരുന്നു ഞാൻ പുസ്തകവും സ്ലേറ്റും ഒക്കെ കൊണ്ടുപോയിരുന്നത്. അന്ന് തറയിലാണ് എല്ലാവരും സഞ്ചി വെച്ചിരുന്നത്. എൻ്റെ കഷ്ടകാലമായിരുന്നു അന്ന്, കാരണം എൻ്റെ സ്ലേറ്റ് ആരെങ്കിലും ചവിട്ടി പൊട്ടിക്കും. വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ എനിക്ക് അടിയുടെ പൊടി പൂരം. ആ കാലം ഓർത്തപ്പോൾ എനിക്കിന്ന് ചിരിക്കാൻ തോന്നുന്നു. എൻ്റെ അമ്മ വാഴയിലയിൽ എണ്ണ തേച്ചിട്ടാണ് മീൻ വറക്കുന്നത്. 2 വാഴയില ഉണ്ടാകും. ഒരു വശം മുറിഞ്ഞു കഴിയുമ്പോൾ മറ്റേ വാഴയിലേക്ക് കമിഴ്ത്തി തട്ടി മൂപ്പിക്കും. മുരിഞ്ഞ വാഴയിലയിലെ അരപ്പിന് വേണ്ടി ഞാനും എൻ്റെ ചേച്ചി അടുപ്പിൻ്റെ ചൂട്ടിൽ ഉണ്ടാകും. ആ കാലങ്ങളൊക്കെ ഓർമ്മകൾ മാത്രം. അടുത്തത് ഹോം കുക്കിംഗ്. എല്ലാവരും അവരവരെ ഓർമ്മകൾ എഴുതുക, ഭയങ്കര രസം വായിക്കാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ, ഞാൻ സോറി കേട്ടോ, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ വരെ പണ്ട് ഞാനും എൻ്റെ സഹോദരനും കൂടി സ്കൂളിലേക്ക് പോകുമ്പോൾ 15 മിനിറ്റ് നടന്നിട്ട് വേണം സ്കൂളിലെത്താൻ. അതിലൊരു പാടമുണ്ട്, പാമ്പ് പോലെ വളഞ്ഞു തിരിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു തെങ്ങിൻ്റെ തടിയിട്ട പാലം കൂടി കടന്ന് വേണം സ്കൂളിൽ പോകാൻ. ഒരു ദിവസം നല്ല മഴ. ഞങ്ങൾക്കാണെങ്കിൽ അലുമിനിയം പെട്ടിയാണ് ബുക്കൊക്കെ വെക്കാനുള്ളത്. അങ്ങനെ ഒരു കയ്യിൽ കുട ഒരു കയ്യിൽ പെട്ടിയായിട്ട് പാടം നീന്തി പാലത്തിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ പാലത്തിൽ കൂടി പോകുമ്പോൾ ഹെൽപ്പിനായി ഒരു കയറുമുണ്ട്. അപ്പോൾ കയറ് പിടിക്കണം, പെട്ടി പിടിക്കണം, കുട്ട പിടിക്കണം. ആകെ 2 കൈയും ഉണ്ട്, എന്തൊക്കെ പിടിക്കും? അങ്ങനെ പെട്ടിയും കുടയും പിടിച്ച് നല്ല കോൺഫിഡൻസ് ആയിട്ട് പാലത്തിലൂടെ നടന്നു. നടുവിലെത്തിയതും എൻ്റെ സഹോദരൻ പാലത്തിൽ നിന്ന് വഴിക്ക് കിടക്കുന്നു വെള്ളത്തിൽ. പെട്ടിയും കുടയും അവനും കൂടി നനഞ്ഞു കുതിർന്ന്. എന്നിട്ട് എന്താ, അവൻ തിരിച്ച് വീട്ടിലേക്കും ഞാൻ സ്കൂളിലേക്കും പോയി. നല്ല ചേച്ചി. അന്നൊക്കെ അല്ലാന്ന് അനിയൻ്റെ കൂടെ വീട്ടിൽ പോണ്ടേ. അന്നൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു തോളിലിടുന്നൊരു ബാഗ്. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പെട്ടി കേടായി, അപ്പം കിട്ടി ബാഗ്. ശബരിമലയ്ക്ക് പോകുമ്പോൾ വലിയ ചെട്ട ബാഗ്. പിന്നീട് ആ ബാഗ് ഇട്ട് കവികൾ പോകുന്ന പോലെ സ്കൂളിലേക്ക്. ബുദ്ധിജീവി പോലെ അല്ല, മറ്റേ തുണി സഞ്ചി ബാഗില്ലേ അത്. അങ്ങനെ ഒരു കാലം. ഇപ്പോൾ 4 ബാഗുണ്ട്, പക്ഷെ വല്ലപ്പോഴും മാറി മാറി ഉപയോഗിക്കും. അയ്യോ, അങ്ങനെ ഒരു ഓർമ്മ. വിൽസൺ കറുകയിൽ. അജു, ഹൗസ് ബോട്ടിനെ കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും മറ്റൊരു ലോകം തന്നെയാണ്. അതിൽ യാത്ര ചെയ്യുമ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാം, നല്ല ഭക്ഷണം രുചിക്കാം, അതോടൊപ്പം മനസ്സിനും ശരീരത്തിനും നല്ല വിശ്രമം ലഭിക്കും. കായലിൻ്റെ ശാന്തതയും കാറ്റും ചുറ്റുമുള്ള മനോഹര കാഴ്ചകളും എല്ലാം ചേർന്ന് മറക്കാനാവാത്തൊരു അനുഭവമാണ് ഹൗസ് ബോട്ട് യാത്ര. ഒരിക്കലെങ്കിലും അനുഭവിച്ചാൽ വീണ്ടും പോകണമെന്ന് തോന്നുന്ന പ്രത്യേകത അതിനുണ്ട്. പിന്നെ ഞാനൊരു പ്രവാസിയാണ്, എപ്പോഴും മിസ് ചെയ്യുന്നു. ഹൗസ് ബോട്ടിൽ പോകുന്നുണ്ട്. ഷർമിള റജി. മീൻ വെട്ടുന്ന അജിചേട്ടൻ. ഇവിടെ ഒരാൾക്ക് തിന്നാനല്ലാതെ വേറെ ഒന്നും അറിയില്ല. കുറേ പേര് കമൻറ്റ് ഇടും, അജിചേട്ടനെ കാണുമ്പോൾ അജിചേട്ടൻ സരിതേച്ചിനെ സഹായിക്കുന്ന കാണുമ്പോൾ ഇവിടെ ഉള്ളതിനെടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു. അജിത ഷാജു. ഹായ്, ഗുഡ് മോർണിംഗ്. സ്കൂളിൽ LP UP കളർ ഡ്രസ്സായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരും. ഒരു കുന്ന് കയറി ഇറങ്ങിയാൽ മതി.
ആദ്യമൊക്കെ ഉപ്പുമാവായിരുന്നു, പൊടിഞ്ഞി ഇലയിൽ പൊതിഞ്ഞ്. ആ മണം ഇപ്പോൾ ഓർമ്മ മാത്രം. ഹൈസ്കൂൾ വേറെ സ്ഥലത്ത്, അവിടെ ബുധൻ കളറ്, പിന്നെ നീലയും വെള്ളയും യൂണിഫോം, ഡസ്റ്റ് തുണി, സഞ്ചി പോലത്തെ ബാഗ്. നടന്നു വരും. ഇന്ന് വണ്ടിയിൽ വരുമ്പോൾ എത്ര ദൂരമാണെന്നാണ് തോന്നുന്നത്. അന്ന് നടന്ന് പോയിരുന്ന സ്ഥലങ്ങളാ. ശരിയാ. ലതാ മോഹൻ. സരിതയുടെ പാട്ടും മജുവിൻ്റെ പഴങ്കഥയും മീൻകറിയും മീൻ വറുത്തതും കൂടിയായപ്പോൾ ഇന്ന് നിങ്ങൾ വിളമ്പിയ സദ്യ ബഹുകേമം. എന്തിനെന്നെ വിളിച്ചു എന്ന പാട്ട് ആണ് കേട്ടപ്പോൾ ഞാൻ ഓർത്തത്. ഹൃദയം ഒരു ക്ഷേത്രം എന്ന സിനിമയിൽ എന്തിനെന്നെ വിളിച്ചു വീണ്ടും ഈ മന്ത്രകൂടി ഉടുപ്പിച്ചു എന്ന പാട്ടാണ്. എനിക്ക് വേണ്ടി ആ പാട്ടും കൂടി ഒന്ന് പാടണേ. അതേതാ പാട്ട്? എന്തിനെന്നെ വിളിച്ചു വീണ്ടും ഈ മന്ത്രകൂടി ഉടുപ്പിച്ചു. പിന്നെ സ്കൂളിൽ പോകുന്ന ഞങ്ങളുടെ കഥ പറയാൻ തുടങ്ങിയാൽ ബോബനും മോളിയില്ലേ, അതായിരുന്നു ഞാനും എൻ്റെ ചേട്ടനും. അത്രയും വികൃതികളായിരുന്നു. ഞങ്ങളുടെ പഴയ കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. എല്ലാം കേട്ടിരുന്നിട്ട് അവർ പറയും നിങ്ങളുടെ കാലമായിരുന്നു നല്ലത് എന്ന്. ഞങ്ങൾക്ക് പറയാൻ ഇത്തരത്തിലുള്ള രസകരമായ ഒരു കഥയും ഇല്ലല്ലോ എന്ന്. നാട്ടുകാരുടെ കണ്ണിൽ ഉണ്ണിയായിരുന്നു ഞങ്ങൾ, അതായത് കരട്. ബാക്കി ഊഹിക്കാമല്ലോ. ഞങ്ങളുടെ കഥ പറഞ്ഞാൽ അജുവിന് രസകരമായൊരു നോവൽ എഴുതാൻ സാധിക്കും. അതുകൊണ്ട് തൽക്കാലം തുടങ്ങുന്നില്ല, നിർത്താൻ പറ്റില്ല. എപ്പിസോഡായിട്ട് എഴുതിക്കോ. ഓരോ ദിവസത്തെയും കഥ ഓരോ എപ്പിസോഡ്. ടോംസൺ ആണല്ലോ ഈ മറ്റേ ബോബനും ബോഡിയും. ഇവറ്റ രണ്ട് വികൃതികളാണ്. അപ്പോൾ ആള് ഇങ്ങനെ ഇറയത്തിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ വീടിൻ്റെ പറമ്പിയോടെയാണ് നടന്നു പോകാന്ന് സ്കൂളിലേക്ക്. അപ്പോൾ പറഞ്ഞു പറമ്പിയോടെ നടന്നു പോരുതെന്ന് പറഞ്ഞു. ഇനി മേലിൽ ഇതിൽ പറമ്പിയോടെ നടന്നു പോകുമ്പോൾ പിറ്റേ ദിവസം അവർ ഈ ആകത്തോടെ ടോംസിൻ്റെ വാതിൽ പറഞ്ഞിട്ട് ആകത്തോടെ നടന്നു പോയിരുന്നവര് പറമ്പിയോടെ നടന്നു പോയിരുന്നു പറഞ്ഞത്. ആദ്യോടെ പോകാൻ പറ്റില്ല. ഇവർക്ക് അവരെ കണ്ടിട്ടാണ് തുടങ്ങിയത്. ഡോണ മാത്യു. എനിക്ക് അജേട്ടനേക്കാൾ 4 വയസ്സ് കുറവാണ്. എന്നാലും ചേട്ടൻ പറയുന്ന കാര്യമെല്ലാം ശരിയാണ്. ഞങ്ങളും അനുഭവിച്ചതാണ്. പക്ഷെ സ്കൂളിൽ പോകാതിരുന്നിട്ടില്ല. എന്നാൽ അടുത്ത വീട്ടിലെ പിള്ളേരുടെ കൂടെ സൺഡേ സ്കൂൾ പോകാതെ പോകുന്ന വഴിക്കുള്ള കശുമാങ്ങ മരത്തിൽ കയറി വണ്ടി കളിക്കും. അങ്ങനെ ഒരു നാളായപ്പോൾ പിടിയിലായി. അതോടെ സൺഡേ സ്കൂൾ പോകുന്ന പരിപാടി നിർത്തി. പിന്നത്തെ കാര്യം പറയാതെ അറിയാലോ. തോമസ് ആൻ്റണി. ഹൗസ് ബോട്ട് വെള്ളത്തിലല്ലേ ഓടുക, അപ്പോൾ ചുറ്റും വെള്ളമല്ലാതെ പിന്നെ എന്താ ഉണ്ടാവുക ചേട്ടാ? പിന്നെ ബോട്ടിൽ കയറാൻ പേടി എന്ന് പറഞ്ഞുകൂടെ? എന്തിനാണ് വിഷയം മാറ്റിയത്? പേടിയില്ല, ചേട്ടന് പേടിയില്ല. അടുത്ത മിഥുൻ പി വേണു. ഈ അജോട്ട എന്ത് പ്രാന്തനാ! വലിയ കുളൂസിൽ ഞാൻ ഇവിടെ ഇരുന്ന് പുല്ലിലിരുന്ന് ചാള എന്നാക്കാണെന്ന് വീമ്പ് പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ സ്വയം ഒരു ആശ്വസിപ്പിക്കും. ആഹാ എന്ത് രസം! കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി വലിയ സുഖമില്ല. സ്വാഭാവികം. മെല്ലെ ചട്ടിയും കത്തിയെടുത്ത് ശരിക്കും സുഖമുള്ള സ്ഥലത്തേക്ക് മാറി. അതങ്ങനെയാ ചില കാര്യങ്ങൾ. രാജഗോപാൽ ഇ.കെ. അജുവിൻ്റെ സ്കൂൾ കാലം കേട്ടപ്പോൾ എൻ്റെ സ്കൂൾ കാലം ഓർമ്മ വന്നു. നല്ല കാശുള്ള വീട്ടിലെ പിള്ളേർക്കായിരുന്നു അന്ന് അലുമിനിയം പെട്ടി ഉണ്ടായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ വാങ്ങി തന്ന പ്ലാസ്റ്റിക് എന്നാൽ നെയ്ത പെട്ടി കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം വർഷങ്ങൾക്ക് ശേഷം പുതിയ കാർ വാങ്ങിച്ചപ്പോൾ പോലും എത്ര സന്തോഷം കിട്ടിയിട്ടില്ല. കറക്റ്റ് അല്ല അത്. എന്തൊക്കെ കിട്ടിയാലും അന്ന് കിട്ടണ ഒരു 5 പൈസയുടെ ഒരു സാധനം, ഒരു പേന പുതിയത് കിട്ടിയ, ഒരു പുസ്തകം, ഒരു വളപ്പൊട്ട് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം കണ്ടിട്ടുണ്ടാ. പുതിയൊരു വളപ്പൊട്ട് നല്ല കളറുള്ളത് കിട്ടി കഴിഞ്ഞില്ലേ, പിന്നെ അത് എന്നെ നോക്കിയിരുന്ന് അതിനെ ആലോചിച്ച് ഇങ്ങനെ നടക്കും. ജഗ്ഗു ഇപ്പോഴും ഒരു പുതിയൊരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്താൽ വരെ കുറേ നാൾ കഴിഞ്ഞിട്ടാ അത് ഇടുള്ളൂ. പഴയ ചെരുപ്പ് പരുവായിട്ടുണ്ടാവൂട്ടാ. പരുവാവാണ്ട് അവൻ പുതിയത് വേറെ അവൻ വേണമെന്ന് പറയില്ല. അവൻ അത് തന്നെ എന്തെങ്കിലും കാണിച്ചിട്ട് നടക്കും. ഇത് മതി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് പാവുന്നോട്ട് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്താൽ അത് നോക്കിയിരിക്കും. അത് കിടന്നുറങ്ങുമ്പോൾ തലക്കിലാകുമ്പോൾ വെച്ച് കിടന്നുറങ്ങും. എന്തെങ്കിലും ഒരു പുതിയ സാധനം കിട്ടിയ അങ്ങനെയാ. സതീദേവി. ഞാൻ കുറച്ച് നാളെ കമൻറ്റ് ഇട്ടിട്ട് എല്ലാ ദിവസവും ആദ്യം കാണുന്നത് നിങ്ങളുടെ വീഡിയോ ആണ്. ചില വീഡിയോസ് കാണുമ്പോൾ അജുവിനോട് ദേഷ്യം തോന്നാറുണ്ട്. കൂടുതലും സരിതമോൾ പറയാതിരിക്കുന്നത് കേൾക്കുമ്പോഴാണ്. ഇന്ന് മോള് പാടിയ എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും എന്ന ഗാനം കേട്ടപ്പോൾ ഒരു കമൻറ്റ് ഇടണം തോന്നി. വളരെ മനോഹരമായൊരു ഗാനമാണത്. പാടിയതിന് ഒരുപാട് നന്ദി. മോൾ അസലായി പാടി. 2 ചരണമുള്ള ഗാനം. അവസാനിപ്പിക്കാൻ കോഴി സമ്മതിച്ചില്ല എങ്കിലും ഇനിയും ഇതുമാതിരിയുള്ള ഗാനങ്ങൾ പാടണം കേട്ടോ. ഒരുപാട് ഇഷ്ടം. ജഗ്ഗു ഏത് കോഴ്സിനാണ് ചേരുന്നത്? മിടുക്കനായി വളരട്ടെ. കുറേ വീഡിയോയിലായി പറയുന്നു ജഗ്ഗു കോമേഴ്സ് ഗ്രൂപ്പ് ആണ് എടുത്തിട്ടുള്ളത്. അറിയുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് 15-ാം തീയതി ഇടലുള്ളൂ. അന്ന് അറിയുള്ളൂ കിട്ടിയോ വല്ലയിടത്തുനിന്ന്. വീടിന്റെ നല്ല ശബ്ദം, ശരിക്കും കാടിന്റെ സംഗീതം. അടുത്തത് ആശ. താമരശ്ശേരി അംഗങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരെ പോലെയാണ്. എന്നും കാണുന്ന വിശേഷങ്ങൾ അറിയണം. സത്യം പറഞ്ഞാൽ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടാൽ അതെല്ലാം മറക്കും. ഞാൻ ജോലി ചെയ്യുമ്പോൾ അടുക്കളയിൽ കണ്ട് ജോലി ചെയ്യും. നിങ്ങളുടെ വീഡിയോ വളരെ സന്തോഷം തരുന്ന വീഡിയോകളാണ്. വീണ്ടും ചോദിക്കുന്നു, മറയൂർ ശർക്കര ആമസോണിൽ ഒറിജിനൽ ആണോ എന്നറിയില്ല. നിങ്ങൾ വാങ്ങുന്ന മഞ്ഞ കവർ ശർക്കര കിട്ടാൻ എന്താ ഒരു വഴി?
എനിക്ക് നിങ്ങൾ 3000 രൂപ വരുന്ന പാൻ കാര്യം പറയില്ലേ, അതിന് ലിങ്ക് അയച്ചു തരണേ. താമരശ്ശേരിയിലെ പരിസരവും ആൾക്കാരും സൂപ്പറാണ്. നമ്മൾ പറഞ്ഞല്ലോ വീഡിയോയിൽ. പിന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു മഹിമ ശർക്കര എന്ന് അടിച്ചു നോക്കിട്ട് ആമസോണിൽ ഉണ്ടോന്ന് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ വിളിച്ചാൽ അവര് അയച്ചു തരില്ലേ. ആ മറയൂർ ശർക്കര എന്ന് അജൂസ് വേൾഡ് മറയൂർ ശർക്കര എന്ന് പറയണ അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് എടുത്ത വീഡിയോ ഇല്ലേ, മഹിമേരെ അവിടെ വീട്ടിൽ പോയിട്ട് എടുത്ത വീഡിയോ, ആ വീഡിയോ കിട്ടും. ആ വീഡിയോയിൽ അവരുടെ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ഓർഡർ കൊടുത്താൽ മതി, അവർ വീട്ടിലേക്ക് അയച്ചു തരും. ആമസോണിൽ ചിലപ്പോൾ അത് തന്നെയാണെന്നില്ലേ, മറയൂർ ശർക്കര എന്നിട്ട് കുറേ ബ്രാൻഡുകളുണ്ട്. അടുത്തത് രാംമോഹൻ അച്ചു. ഇനി ചേനത്തടത്തിൽ കൂർക്ക കൃഷി ചെയ്ത് ചേക്കു നടപ്പിലാക്കുമോ? അതൊക്കെ ചെയ്യാം നമുക്ക്. സാം, എന്തിനാ എപ്പോഴും കള്ളങ്ങൾ പറയുന്നത് അജുവേട്ടാ? ഒരു ചക്കയും മേടിക്കാൻ പോയില്ലല്ലോ അല്ലേ? ചക്ക വാങ്ങിക്കാൻ പോയി, തലേ ദിവസം പോയി, കിട്ടിയില്ല. കടച്ചക്ക വാങ്ങിക്കാൻ പോയില്ല. കടച്ചക്ക നമ്മള് പോർക്കും ചക്കയും വെച്ചില്ലേ അല്ലേ ചേട്ടൻ്റെ അവിടെ? അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോർക്കും കടച്ചക്കയും വെക്കണം എന്നായിരുന്നു ചേട്ടൻ്റെ ആഗ്രഹം. അതിന് വേണ്ടി കടച്ചക്ക വാങ്ങിക്കാൻ പോയത്, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചക്കയിട്ടുകൊണ്ടേ. ഹേന തലശ്ശേരി, അജു വേണ്ടതൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല, അവന് വേണ്ട മീൻ നല്ലോണം കൊണ്ടുവരും, എന്നിട്ട് തനിയിരുന്ന് തിന്നും. എന്താ അജു, സരിതയ്ക്ക് മോൻ ആവശ്യമുള്ള മേടിച്ച് കൊടുത്തൂടെ? എന്നിട്ട് പറയാം എൻ്റെ ഒരു ഗതികേട്, ഇവർ തിന്നില്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ ഞാൻ തന്നെ തിന്ന് കഴിക്കണ്ടേ. ഓ ഈശ്വര ദൈവമേ, ഇത് വല്ലതും ദൈവം വല്ലവരും അറിയുന്നുണ്ടോ ഞാൻ ഈ കഴിക്കുന്ന കഷ്ടപ്പാട്. അടുത്ത അർജുൻ വി കെ. നമസ്കാരം അജേട്ടാ, സരിതേച്ചി, ജഗ്ഗു. കൃഷിസ്ഥലത്തെ പുതിയ വിശേഷങ്ങൾ അറിയാനും കൂടാതെ കൂർക്കയും പയറും എല്ലാം നടന്ന് കാണാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. സമൃദ്ധമായ വിളവെടുപ്പ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ വളരെയധികം ഇഷ്ടമായി. ഹാവ് എ ഗ്രേറ്റ് ഡേ. അടുത്തത് മിത്സ് വ്ളോഗ്. എൻ്റെ പേര് പ്രിൻസി, ഞങ്ങൾ ദുബായിലാണ്, നാട്ടിൽ കണ്ണൂരാണ്. എൻ്റെ ചേട്ടൻ നിങ്ങളുടെ ഭയങ്കര ഫാനാണ്, ഒരു എപ്പിസോഡ് പോലും വിടില്ല. ജോലി കഴിഞ്ഞ് വന്നാൽ ഉടനെ സോഫയിൽ കയറി നിങ്ങളുടെ വ്ളോഗ് കാണാൻ ഇരിപ്പാണ്. കൃഷി വീഡിയോസൊക്കെ ഇരുന്ന് കാണും, പക്ഷെ നാട്ടിൽ പോയാൽ വെറും മടിയനാണ്. ചിലർക്ക് അതൊക്കെ കാണാനായിരിക്കും ഇഷ്ടം, ചെയ്യാൻ വലിയ ഇഷ്ടം ഉണ്ടാവില്ല, കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ലക്ഷ്മി രാജീവ്. അജു പ്ലീസ് ചെരുപ്പിട്ട് പറമ്പിലിറങ്ങൂ, മഴ തുടങ്ങി. ഫുൾ കവേർഡ് സാൻഡൽസ് ഇട്ട് പറമ്പിൽ ഇറങ്ങി ജോലി ചെയ്യൂ. ഞാനൊരു വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ചിട്ട് ഇനി വേറെ വല്ലവർക്കും കൊടുക്കും. ചേട്ടൻ ഇടില്ല, എനിക്കറിയാം. ഗംബൂട്ട് വാങ്ങിക്കാൻ പോവാ. അതെ, ആദ്യം ഇടുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നും, പിന്നെ അത് ഇട്ടിട്ട് അങ്ങോട്ട് നടന്നു ശരിയോ. അത് ഉമാദേവി കെ. അജു, സരിത, ജഗ്ഗു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അജു അല്ല കൂക്ക് കൃഷി ചെയ്യുന്ന ആയത്താൾ. ഇത് രണ്ടും മണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്നതല്ലേ? അങ്ങനെയല്ല വേണ്ടത്. ഒന്ന് മണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്നതും ഒരെണ്ണം പടർന്നു കയറുന്നത്, പിന്നെ മുളക് പോലെ എന്തെങ്കിലും, അങ്ങനെയാണ് നടേണ്ടത്. കൊള്ളിയുടെ അടിയിൽ പയർ നട്ടാൽ അത് പടർന്നു കയറി പയറുണ്ടാവും. കറക്റ്റ്, അങ്ങനെ ചെയ്യണ്ടേ. എനിക്കറിയത് ഇത് ഞാൻ അതല്ല, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളത്തെ മാഷ് പണ്ടൊരു കൃഷി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയും ഉരുളക്കിഴങ്ങ് അടിയിൽ തക്കാളി മുകളിൽ ഉക്കാളി കൃഷി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഉക്കാളി കൃഷി വിമാനം പോലെ. അപ്പൊ അങ്ങനെ ചെയ്യാം. എങ്ങനെ ഉക്കാളി ചെയ്യാൻ ഉക്കാളി ഉരുളക്കിഴങ്ങും കൂടെ പറ്റില്ല, കൂർക്കും തക്കാളിയും പറ്റില്ല, കൊള്ളിയും പയറും എന്തായാലും ചെയ്യാം. കമന്റുകൾ വായിച്ചിട്ട് കഴിയില്ല, അത്രയ്ക്കധികം. സോജ എം വി. സോജ ചേച്ചിയുടെ വീട്ടിലില്ല കേട്ടോ, കടച്ചക്കമരം വല്ലാതെ വളർന്നു, അതിനാൽ മുകൾ ഭാഗം മുറിച്ചു. അയ്യോ, അടുത്ത വർഷം ഉണ്ടാകും, അപ്പോൾ തരാട്ടോ. ഇവിടെ ഈ തവണ കരിയംകായുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. അങ്ങനെ സോജ ചേച്ചി വൈറലായി. അയ്യോ ഇല്ല അല്ലേ. നമ്മുടെ രാജേഷിന്റെ വീട്ടിലുണ്ട്, അവൻ കൊണ്ടുവന്ന് തന്നു രണ്ടും നല്ല അടിപൊളി വലിയ വലുത് കൊണ്ടുവന്ന് തന്നു. ഇവിടെ എൻ്റെ എണ്ണി പറക്കല് കേട്ടെ, അതും അവന്റെ വീട്ടിൽ കഴിഞ്ഞു. അവന്റെ വീട് മെഡിക്കൽ കോളേജിന്റെ അവിടെ അവൻ ജോലി അത്രയും പോലും ഞാൻ ഇവിടെ തൊട്ടടുന്ന് വാങ്ങിച്ചു കൊടുത്തില്ല. അവൻ അയ്യോ സരിത ചേച്ചിക്ക് ഇത് ഇത്ര ഇഷ്ടമാണെന്ന് അറിയണ്ടായിരുന്നില്ല എന്ന്. അവന്റെ വീട്ടിൽ അത്ര അധികമായിരുന്നു. കുറേ കടകളിലേക്ക് കൊടുത്തു, കുറേ അടുത്തുള്ള വീട്ടിൽ കൊടുത്തു. ലാസ്റ്റത്തെ 2 എണ്ണം ആണ് കൊണ്ടുവന്നത്. അടുത്ത് ബിന്ദു അബ്രഹാം. മോളെ സരിതേ, എനിക്ക് കായാബു കണ്ണിൽ വിടരും എന്ന പാട്ട് പാടി തരാമോ? ഇപ്പൊ പാടണ്ടല്ലോ, ഇനി വേറെ വീഡിയോയിൽ പാടിയാ. വേറെ അടുത്ത കുടിൽ പാചകം എന്നാ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ആ പാടാൻ എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്. ആ പാട്ട് ഇഷ്ടമില്ല. നീല ജലാശയം റെജി ചേട്ടാ ഓർമ്മയുണ്ടാ. അടുത്തത് സ്മിത രാജേഷ്. നാളെ അജുവേട്ടൻ പയറും കടച്ചക്ക പിന്നെ ഞാവൽപ്പഴം ഒക്കെ ആയിട്ട് സരിത ചേച്ചി ഞെട്ടിക്കും. അത് വെയിറ്റ് ആൻഡ് സീ. അടുത്ത വീഡിയോയിൽ അത് വരുന്നുണ്ട് കേട്ടാ. ഞാൻ പറയണില്ല, സസ്പെൻസ് പൊളിക്കുന്നില്ല. അടുത്ത് ബിന്ദു ധനജൻ.
ഇമ്രാൻ എത്ര കഷ്ടപ്പെട്ടു, അജുവിൻ്റെ കഷ്ടപ്പാട് മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. ഇതൊന്നും കാണാതെ പോകരുത്. പറമ്പൊക്കെ കിളച്ച് ഭംഗിയായല്ലോ, ഇനി വിളവെടുപ്പ് ഗംഭീരമായാൽ മതി. ഇപ്പം ഇമ്രാൻ കുറേ നാളായിട്ട് ഈ സ്വഭാവം ഇല്ലായിരുന്നു. അപ്പം നമ്മൾ പഴയ പോലെ തന്നെ തുണികൾ, ഞാൻ നമ്മുടെ ഉള്ളിൽ തുടയ്ക്കാനായിട്ടുള്ള പൂജാ റൂം തുടയ്ക്കാനൊരു തുണി, അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് തുണികളാണ്. ഡൈനിങ് ടേബിൾ തുടയ്ക്കാനുള്ള തുണി വേറെ, ഉള്ളിലത്തെ അടുക്കള നാനോ വൈറ്റ് ഇട്ടിട്ടുള്ള അടുക്കളയിൽ അത് തുടയ്ക്കുന്ന തുണി വേറെ, മറ്റേ തുണി വേറെ. അപ്പോൾ അതെല്ലാം കഴുകും, സോപ്പ് പൊടിക്ക് ഇട്ട് കഴുകുമല്ലോ നമ്മൾ. അത് കഴുകി ആ ബാക്കിൽ തിണ്ണാമല ഞാനിപ്പോൾ ഇടണ വിരിച്ചിട്ട് ഈ സാധനം എന്തേ അത് എടുത്തോണ്ട് തുടങ്ങി. ഇന്നിപ്പോൾ അതേ ആ തുണിക്ക് ഇവിടെ കൊണ്ടിട്ടേക്കണം. ഇതാരണ്ട ഇവിടെ കൊണ്ടിട്ടേന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ നോക്കും, എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. പറഞ്ഞവനറിയാം കറക്റ്റാണ്. ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഓടി വരൂട്ടാ, നമ്മൾ ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടേ. ആ സ്ഥലത്ത് ഞാൻ ഇത് അങ്ങോട്ട് എടുത്ത് പോയിക്കുക. ഇതാരണ്ട ഇവിടെ കൊണ്ടിട്ടേ, ഇതിങ്ങനെ വീട്ടിലൊറ്റ മുകളിൽ തോരിട്ടാൽ മതി, അപ്പോൾ എത്തില്ല. മുകളിൽ തോരിടണം. അടുത്തത് ലേലി ബേസിൽ. അജു, സരിത, ജഗ്ഗുമോ നമസ്കാരം. നിങ്ങളുടെ ഇമ്രാനും ചാർലിക്കും കുറച്ച് കുറുമ്പ് കൂടുതലാണ്. മതിൽചാട്ടം തീർന്നു, ഇപ്പോൾ കുട്ടാമുറം നശിപ്പിക്കൽ തുടങ്ങി. അതിന് രാത്രിയാകുമ്പോൾ കുറച്ച് നാളേരം ഇട്ട് കൊടുക്ക്. അപ്പോൾ ചിലപ്പോൾ രാവിലെ ആകുമ്പോൾ തൊലിച്ച് കിട്ടും. അങ്ങനെ കൊണ്ട് ഒരു ഉപകാരം ആവട്ടെ. നാളേരം മൈൻഡ് ഇല്ല. അതന്നെ, അങ്ങനെ വല്ല ഉപകാരം ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. നാളേരം അവിടെ വെച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അടുത്ത വായിച്ച രേഷ്മ നരോത്തമൻ. എനിക്ക് നിങ്ങളുടെ വീഡിയോകൾ വളരെ ഇഷ്ടമാണ്. കണ്ട വീഡിയോകളാണെങ്കിലും ഞാനത് വീണ്ടും വീണ്ടും കണ്ടിച്ചിരിക്കാറുണ്ട്. അടുത്ത് ശോഭ ദയാനന്ദ്. സരിത പറഞ്ഞിട്ട് പയറും കടച്ചയ്ക്ക് അജു വാങ്ങി തന്നില്ല. പക്ഷേ എൻ്റെ ചേട്ടൻ അജുവിനേക്കാളും ഭേദമാണ്. അജുവിനെ പോലെ വീട്ടിലേക്ക് വേണ്ട എല്ലാം വാങ്ങുന്നതും ചേട്ടൻ തന്നെയാണ്. എന്നാലും സരിത പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കണ്ടാൽ വാങ്ങുവാൻ പറഞ്ഞാൽ പറയും. നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ എഴുതി വെക്കി, ഞാൻ പിന്നെ വാങ്ങിത്തരാമെന്ന്. എവിടെ, പിന്നീട് എപ്പോഴെങ്കിലും അതൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും ഇത് കണ്ടാന്ന്. അപ്പോൾ ആൾ ചിരിക്കും. അടുത്തത് രാമോഹൻ അച്ചു. വെറുതെ പൊട്ടിയതും പൊളിഞ്ഞതുമായ കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് ഇമ്രാൻ അടുത്ത് വെച്ച് വീഡിയോ പിടിച്ച് റീച്ച് കൂട്ടുകയാണല്ലേ. പാവം ഇമ്രാൻ. അല്ല, അതുപോലെ കർഷണാക്കണ എന്തോരം പണിയാ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. ലതാമോഹൻ. കൃഷി വികസന കേന്ദ്രക്കാർ അജുവിനെ പറ്റി കേട്ടാൽ വന്ന് തട്ടിക്കൊണ്ടുപോകും. ഇത്രയും നാളായിട്ട് അവരാരും കണ്ടുപിടിക്കാത്ത കൃഷി രീതികൾ അവലംബിച്ച അജു. അടുത്തത് മെയ്ഡ് ടു ട്രഷർ. ഐ ഹാവ് എ റിക്വസ്റ്റ്. യു 3 of you പ്ലീസ് പുട്ട് എ ബൂട്ട് ഓൺ യുവർ ലെഗ് വൈൽ ഇൻ ദ ഗാർഡൻ അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് ദിസ് റെയിനി സീസൺ. ഇന്ന് തന്നെ വാങ്ങിക്കണ്ടേ ഞാനത്? ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. ചേട്ടനുള്ള ഒരു ജോഡി എനിക്ക്, നിങ്ങൾക്ക് വേണ്ട, എനിക്ക് മാത്രമല്ല വേണ്ട. പ്ലാസ്റ്റിക്കിന്റെ ഇങ്ങനെ എലാസ്റ്റിക് പോലത്തെ എങ്ങാനും വല്ല സോക്സ് കിട്ടും ചെയ്യും, നല്ലതായിരുന്നു. അതൊന്നും പറ്റില്ല. ആ സോക്സ് ഇട്ടിട്ട് പിന്നെ ചെരുപ്പ് ഇട്ടാൽ മതിയല്ലോ, സാധാ ചെരുപ്പ്. ഇതാണ് കൃഷിക്കുള്ള സാധനം. രാജീവ് കൃഷ്ണപ്രസാദ്. നിങ്ങൾ കോക്കു എന്ന് പറയുമ്പോൾ ഞങ്ങൾ മലപ്പുറത്തുകാർ പൂക്കു എന്ന് പറയേണ്ടി വരും. കാരണം പൂള. കൊള്ളീന ഒരു പൂള എന്നല്ല പറയാ. അപ്പോൾ അതിൻ്റെ കടയ്ക്ക് കൂറ് കയറുമ്പോൾ പൂക്കു പറയേണ്ടി വരുന്നു. കടച്ചക്ക കറിയുടെ റെസിപ്പി എവിടെ? കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എന്നും സ്നേഹത്തോടെ കടച്ചക്ക തൃശ്ശൂർ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ചെയ്തത് എനിക്കറിയില്ല അതെന്ന് ചെയ്യുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ല രാജേഷ് 2 എണ്ണം കൊണ്ട് തന്നു. അപ്പം ഞാൻ അതിലൊരു ദിവസം ഒരെണ്ണം ഫുള്ളെടുത്ത് ഉപ്പേരി വെച്ചു. പിന്നെ ഒരു ദിവസം അതിൻ്റെ ഒരു 70% ഉപ്പേരിയും ബാക്കി 30% കൊണ്ട് വറുത്തരച്ച് വെച്ചു. ഒരു ഇടി കൊടുക്കണ്ടേ? ഇത് കേൾക്കുമ്പോൾ ഞാൻ എന്തിട്ട് ചെയ്യണ്ടേ? എങ്ങനെ ഇത്ര ക്ഷമ കിട്ടണാവോ? വിനോദിനി KP. കിട്ടണം, നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. ഇമ്രാൻ ചതിയനാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഉപയോഗിക്കാത്ത മുറവും കൊട്ടയും. പച്ചക്കറി വിളവെടുപ്പിന് നിങ്ങൾ പ്ലേറ്റുമായിട്ടല്ലേ പോവാറുള്ളത്. കൊട്ടയും മുറവും എടുക്കാത്ത ഇമ്രാൻ ഇഷ്ടമായി കാണില്ല. അടുത്ത് ചന്ദ്രബാബു ചേരമ്പത്ത്. അവൻ രാത്രി മുഴുവൻ കാവൽ നിൽക്കുകയല്ലേ, ഉറക്കം വരാതിരിക്കാൻ ഒരു എൻ്റർടൈൻമെൻറ്റ്. റാറ്റ് ആൻഡ് ഹിസ് മ്യൂസ്. അനിലൻ ചേട്ടൻ്റെ സ്നേഹത്തണലിരുന്നുള്ള ആ പാചകം വെറുമൊരു കാഴ്ചയല്ല. ഇതാരാന്നറിയൂ? ഇത് നമ്മുടെ ഇവനാണ്, സുജിത് ചന്ദ്രൻ. നിന്റെ തലയ്ക്ക് വല്ല പ്രാന്തുണ്ടാ മോനെ? ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നീ എന്തിനീ പേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിട്ട് ഈ വായിക്കൊള്ളാത്ത ഒരു സാധനം ഇട്ട് വെച്ചാണ്? സുജിത് ചന്ദ്രൻ എന്ന മനോഹരമായ പേരിന് നിനക്ക് അവിടെ കൊടുത്താൽ പോരെ? കുറേ നാൾ ബായുഷി മറ്റേത് മറിച്ചത് അടിക അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊരു നീളത്തിലുള്ളൊരു സാധനമായിരുന്നു. ഇപ്പം അത് മാറ്റിയിട്ട് വേറൊരെണ്ണമായിരുന്നു. ഇപ്പം ദേ വീണ്ടും അത് മാറ്റി. റാറ്റ് ആൻഡ് ഹിസ് മ്യൂസ്. നമ്മൾ എന്നിട്ട് ഇത് മനസ്സിലാക്കിയെടുക്കണം, ഇത് ഇന്നാളാന്ന്. അനിലൻ ചേട്ടൻ്റെ സ്നേഹത്തണലിരുന്നുള്ള ആ പാചകം വെറും ഒരു കാഴ്ചയല്ല, മനസ്സിൽ തൊടുന്നൊരു കാവ്യമാണ്. അവിടെ തിളച്ചുമറിയുന്നത് വെറും കൂട്ടാനല്ല, ഒരു മനുഷ്യൻ്റെ ആത്മാവ് പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെ അമൃതധാരയാണ്.
ഓരോ വിഭവത്തിലും ഒളിഞ്ഞിരിക്കുന്ന രുചിയുടെ പുതിയ ഭാവങ്ങൾ മാത്രമല്ല, പകരം വയ്ക്കാനില്ലാത്ത അത്രയും ആർദ്രമായൊരു ഹൃദയമാണ്. ഇതൊക്കെ അല്ലൻ ചേട്ടൻ അറിയുന്നുണ്ടോ ആവോ? അല്ല, ഇതൊക്കെയാണ് ചെയ്തോണ്ടിരിക്കണേന്ന്. അല്ലൻ ചേട്ടന്റെ നോട്ടത്തില് പോർക്ക് ഇതാണല്ലോ. ഇത് എന്റെ ആത്മാവാണ് ഇതിൽ തളച്ചോണ്ടിരിക്കണേന്നൊന്നും അല്ലൻ ചേട്ടൻ അറിയില്ലല്ലോ. അടുപ്പിലെ കനലുകൾക്കൊപ്പം അല്ലൻ ചേട്ടൻ്റെ ഉള്ളിലെ സ്നേഹവും അവിടെ എരിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. ആ കൈപുണ്യം നാവിനെ മാത്രമല്ല, വിശപ്പറിയുന്ന ഏതോ ഒരുവൻ്റെ ആത്മാവിനെയാണ് തൃപ്തിപ്പെടുത്തുന്നത്. ലോകത്തിൽ മറ്റെന്തിനും പകരക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം, പക്ഷേ ആ വലിയ മനുഷ്യൻ ആഹാരത്തിൽ ചാലിച്ചു നൽകുന്ന കരുണയ്ക്കും വാത്സല്യത്തിനും പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. ഒരു തുള്ളി കണ്ണീരോടെയല്ലാതെ ആ സ്നേഹത്തണലിനെ നമുക്ക് ഓർക്കാനാവില്ല. അദ്ദേഹം വിളമ്പി നൽകുന്നത് വെറും ഒരു വയറു നിറയ്ക്കലല്ല, മറിച്ച് ജീവിതാവസാനം വരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ ഒരുപിടി ഓർമ്മകളാണ്. ആ സ്നേഹത്തിൻ്റെ ചൂടും മണവും അനുഭവിച്ചറിഞ്ഞവരുടെ കണ്ണുകൾ ഈ നിമിഷം ഈർപ്പമുള്ളതാകുന്നു അതുകൊണ്ടാണ്. ആ വലിയ മനസ്സിന് മുന്നിൽ, ആ സ്നേഹക്കടലിന് മുന്നിൽ പ്രണാമം. ഈ കമൻറ്റിന് മുന്നിലും പ്രണാമം. അത്ര അതിമനോഹരമായിട്ടാണ് ആ വീഡിയോനെ എഴുതിയേക്കുന്നത്. ഇതിൻ്റെ അപ്പുറം അതിനെ വർണ്ണിക്കാൻ ഇനി വാക്കുകളില്ല, ആർക്കും പറ്റില്ല. അടുത്തത് ഷൈന സന്തോഷ്. ഇങ്ങനെ പുറത്ത് പാചകം ചെയ്ത് എല്ലാവരും കൂടിയുള്ള ഭക്ഷണം കഴിക്കൽ ഞങ്ങൾക്കൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രിയ ജോഷി. ഏട്ടനോട് ചേർന്ന് എത്ര നിഷ്കളങ്കമായ അജൂസിൻ്റെ ഇരിപ്പ്. ഏട്ടന്മാരും ചേച്ചിമാരും ഉള്ളപ്പോൾ 50-ലും നമുക്ക് 5 വയസ്സാട്ടോ. അത് ശരിയാ. പ്രിൻസീത. സരിത പറയുന്നതൊന്നും അജു അനുസരിക്കില്ല. അത് ഞങ്ങൾ പ്രേക്ഷകർക്കും നന്നായിട്ട് അറിയാം. എന്നാൽ അജു വിട്ടുകൊടുക്കില്ല. ഞാൻ പിടിച്ച മുയിൽ 3 കൊമ്പ് എന്ന് തന്നെ പറഞ്ഞു വാദിച്ച് തന്നെ നിൽക്കും. അജു എന്നിട്ടൊരു വളിച്ച ചിരി ആ മുഖത്തുണ്ടാവും. അടുത്ത് റെജി രാജൻ. ദൈവത്തെ ഓർത്ത് സരിത ഒരഭിപ്രായവും പറയരുത്. ചരിത്രത്തിൽ ഇന്ന് രജിചേട്ടൻ അത് അംഗീകരിച്ച് തന്നിട്ടില്ല. ഞാൻ പറയുന്നതിൽ സംശയമുള്ളവർ അജൂസ് വേൾഡിൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് കണ്ടു നോക്ക്. അടുത്തത് KA ജോയ് കള്ളിക്കാടൻ. എല്ലാ പരിഹാസങ്ങളും ഏറ്റുവാങ്ങാൻ അജു ചന്തു മാത്രം ബാക്കി. ആദർശ് പണിക്കർ. നമസ്തേ അജുവേട്ടാ സരിത. കൊള്ളാം. പോർക്കും ചക്കയും പിന്നെ ഒരു അടിപൊളി പാചകവും സ്നേഹക്കൂട്ടായ്മയും അല്ലൻ ചേട്ടനുമായുള്ള വീഡിയോകൾ എപ്പോഴും പ്രേക്ഷകർ വളരെയേറെ സ്നേഹത്തോടെ കൂടി കാണുകയും ഹൃദയത്തോട് ചേർക്കുകയും ചെയ്യുന്ന പതിവാണല്ലോ. ഇവിടെയും 100% സംഭവബഹുലമാക്കുവാൻ അല്ലൻ ചേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. മേക്കിംഗ് രീതി കാണുമ്പോൾ തന്നെ കഴിക്കുവാൻ തോന്നുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകൻ്റെയും നാവിലൂടെ രുചിയുടെ പായ്ക്കപ്പലുകൾ തെന്നി നീങ്ങി എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ അല്ലൻ ചേട്ടൻ്റെ തമാശകളും അജു ചേട്ടൻ്റെ പതിവ് നാക്കുളുക്കുകളും സരിതയുടെ കൗണ്ടറുകളും ചേച്ചിയുടെ വർത്തമാനവും അവസാനം ചെറിയേട്ടൻ്റെ വരവും ജഗ്ഗുവിൻ്റെ സാന്നിധ്യവും എല്ലാം കൂടി സംഭവബഹുലമായി മനോഹരമായ ഒരു അടിപൊളി രുചി മനോഹാരിത നിറഞ്ഞ വീഡിയോ. ഈ ആധുനിക കാലത്ത് ഇത്തരം കൂട്ടായ്മകൾ ഇല്ലെങ്കിൽ കുടുംബക്കാരുടെ ഒത്തുചേർന്നുള്ള പാചകം ഇതൊക്കെ അന്യം നിന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം വീഡിയോകൾ തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ തുടർന്ന് കൊണ്ടുപോകേണ്ട ചില നന്മ ചിത്രങ്ങൾ കൂടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വീഡിയോ പ്രൗഢം, ഉജ്ജ്വലം, സ്നേഹം, മനോഹരം, രുചിമധുരം. വീഡിയോയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വിശേഷിച്ച് അല്ലൻ ചേട്ടൻ്റെ പുതിയ കുട്ടനാടൻ താറാവും കുഞ്ഞുങ്ങൾക്കും ആശംസകൾ. ഹാപ്പി, സ്നേഹം, ഇഷ്ടം, പതിവ് പോലെ തന്നെ പിക്ചർ ക്ലാരിറ്റി മനോഹരം, ലൊക്കേഷൻ പ്രിയതരം. ഒരു പാട്ടിന് കുറവുണ്ടായിരുന്നു എന്ന് പാട്ടിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ പറയാതെ പറഞ്ഞു. അടുത്ത വർണ്ണമനോഹരമായ പുതിയ അധ്യായത്തിനും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം പണിക്കർ. അടുത്തത് നാസർ അഹമ്മദ്. എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും എന്ന ഗാനം സരിതയുടെ ശബ്ദത്തിൽ കേട്ടപ്പോൾ സന്തോഷം. പണ്ട് ആകാശവാണിയിൽ നിന്നും ഒരു ദാനമായിട്ട് മാത്രമായിരുന്നു ഇത്തരം ഗാനങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വീണ്ടും ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഇനി സരിതയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ മറ്റൊരു ഗാനം തന്നെയാണ്. വിഷുക്കണി എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ മലർക്കൊടി പോലെ എന്നുള്ള ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. സാധിക്കുമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ സരിതയുടെ ശബ്ദത്തിൽ ഈ ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് എനിക്കത്. ചേട്ടനും നമ്മളത് പാടിയിട്ടുണ്ട് ഏതോ ഒരു വീഡിയോയിൽ. സാധിക്കുമെങ്കിൽ അടുത്ത എപ്പിസോഡിൽ സരിതയുടെ ശബ്ദത്തിൽ ഈ ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇടയ്ക്ക് അജുവിനോട് സരിത പറയുന്നുണ്ടായിരുന്നു നമുക്ക് ആലപ്പുഴയിലേക്കൊന്ന് പോയാലോ എന്ന്. അജു അത് മുളയിലേ നുള്ളിക്കളയുന്നത് കണ്ടു. അവിടെ മഴയല്ലേ, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ അത് മിഥ്യാധാരണയാണ്. മഴക്കാലത്തുള്ള ഹൗസ് ബോട്ട് യാത്ര വളരെ രസകരമാണ്. നിങ്ങൾ ആലപ്പുഴയിൽ എത്തിയാൽ എന്നെ അറിയിക്കുമല്ലോ. ഞാൻ ആലപ്പുഴക്കാരനാണ്. ബോട്ട് യാത്ര വളരെ അയ്യോ അത് മുഴുവനാക്കിയിട്ടില്ലല്ലോ ചേട്ടൻ. കുഴപ്പമില്ല. ബോട്ട് യാത്ര വളരെ രസകരമാണെന്നുള്ളതാണ്. നമ്മളെ അമ്മേ നാരായണ ആള് വിളിച്ചിട്ട് ബോട്ട് ഉള്ള ആളില്ലേ, നമ്മുടെ കെയർ ഓഫിൽ കുറേ പേര് പോയി. നമ്മളെന്ന് വിളിക്കണമെന്ന് നമ്മൾ ഇതുവരെ പോയിട്ടില്ലേ. ആള് കുറെ വട്ടം വിളിക്കുന്ന ഹൗസ് ബോട്ടും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? നമ്മളൊന്നും അവിടെ വരെ ചെല്ലണ്ടേ.
നല്ല യാത്ര ചെയ്യാൻ പറ്റില്ല. പോകണം. അടുത്ത് വായിക്കും. നേരങ്ങളെ എൻ്റെ സമയം കുറേ എന്തോരം സരിത വായ കഴിച്ചു. മായാദേവി, ആ തേങ്ങയ്ക്ക് കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ ആ ജ്യൂസിനെ പഞ്ഞിക്കിടും. അനിലേട്ടാ സ്നേഹം മാത്രം എല്ലാവരോടും. മിനിമോൾ പി വി, ഞങ്ങൾ എല്ലാവരും കൂടുമ്പോൾ എന്നെ ഇതുപോലെ കൂടെയുള്ളവരെല്ലാം തമാശ രൂപേണ കളിയാക്കി സംസാരിക്കാറുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ റോൾ അജുവേട്ടനാണല്ലോ. ലവ് യു ഓൾ. അത് ശരിയല്ലേ? എല്ലാവരും കൂടുമ്പോൾ ആരെങ്കിലും ഉണ്ടോ, ഒരു വേട്ടമൃഗം ഉണ്ടോ എല്ലാവർക്കും കളിയാക്കാൻ വേണ്ടിയിട്ട്? പക്ഷെ ആ ആളത് ആസ്വദിക്കുന്ന ആളാവണട്ടാ. സീരിയസ് ആക്കി ആളാണെങ്കിൽ കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ അവർക്ക് പറ്റിയ ഓരോ അബദ്ധങ്ങൾ ഉണ്ടാക്കി പറയും. ഇവിടെ പ്രേമേട്ടനൊക്കെ അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞതിൽ വിദഗ്ധനാ. ഇന്നാള് ജയന്തിക്കുണ്ടായ കാര്യം നീ അറിഞ്ഞാ? അങ്ങനെ പറഞ്ഞാൽ തുടങ്ങാം. അപ്പം ജയന്തിച്ച് ആകാശയിലിരിക്കാറ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിണ്ടാവില്ലേ? പ്രേമേട്ടൻ്റെ ഭാവനയിലുണ്ടായ കാര്യം. അപ്പം എന്തിട്ട് പ്രേമേട്ടൻ ഉണ്ടായേ? അപ്പം നീ അതറിഞ്ഞില്ലേ? കഴിഞ്ഞ ചിന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടായത്. അപ്പം ഇല്ല, അറിഞ്ഞില്ല. ഛേ, ഞാൻ അറിഞ്ഞില്ല. എന്താ കാര്യം എന്നാ പറയെന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് തുടങ്ങും ആള്. ജയന്തി ഇങ്ങനെ വരികയായിരുന്നു, അത് ഇതെന്നൊക്കെ ഇങ്ങോട്ട് പറട്ടെ, അങ്ങോട്ട് തുടങ്ങും, ഉണ്ടാക്കി പറയും. അങ്ങനെ അത് അതിൻ്റെതായ രീതിയിൽ ആസ്വദിക്കുന്നവരായതുകൊണ്ട് അങ്ങനെ രസാ. അടുത്തത് സിനി ശ്രീ ഈസി കിച്ചൻ. ഇത് വെറുതെ തിന്നാം, ഇത്തിരി ചോറുണ്ട് അവിടെ. ഒന്നതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ വെറുതെ തിന്നാവുന്നുള്ളൂ. എന്നിട്ട് ഇത്തിരി ചോറുണ്ട് അവിടെ. അപ്പം തന്നെ ചോദിക്കണത് നമ്മളറിയാണ്ട് ചോദിക്കുന്നതാ, ഉള്ളിലത്തെ ആഗ്രഹമാണല്ലോ പുറത്തേക്ക് വരുന്നത്. അടുത്തത് നരേഷ് ആൻഡ് ലീല. അജു, അനിലേട്ടൻ്റെയും കൊച്ചേട്ടൻ്റെയും രക്തമാണ്. ചേച്ചിമാരും എല്ലാത്തിനും സപ്പോർട്ട്. പക്ഷേ സരിതയ്ക്ക് ഇത്തിരി അഹങ്കാരമുണ്ടോ എന്നൊരു സംശയം. എല്ലാവരെയും ഒന്നാക്കി സംസാരിക്കും. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. അവർക്ക് തിരിച്ച് എന്നോടുള്ള പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പറയില്ല. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതാവും. ഞാൻ ആക്കി സംസാരിക്കേണ്ടത് ചേട്ടനെ മാത്രം, അല്ലാണ്ട് ഞാൻ വേറെ ഒരാളെയും ഞാൻ ആക്കി സംസാരിക്കാറില്ല. ഞാൻ അവർക്ക് വേണ്ട ബഹുമാനം കൊടുത്ത് സംസാരിക്കാറുള്ളൂ. പിന്നെ നമുക്ക് ഓരോരുത്തരോടൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ, ആ സ്വാതന്ത്ര്യം എടുക്കും. റോഷ്നി, അജു സരിത ഇന്നലത്തെ വീഡിയോയിലെ ഇമ്രാനെ കണ്ടപ്പോൾ പാവം തോന്നി. അതിൻ്റെ കണ്ണും നോട്ടവും പതുങ്ങി ഇരിപ്പും കണ്ടപ്പോൾ അതന്നെ കണ്ടു കഴിഞ്ഞാൽ പച്ചപ്പാവും. പക്ഷെ കയ്യിലിരിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. ഇതിനാണ് പേടിപ്പിക്കുന്നത്. ഇവിടെ എനിക്കൊരു പൂച്ചയുണ്ട്, ആഷ് കളറാണ്. അതിൻ്റെ കണ്ണ് ഇതുപോലെയാണ്, നമുക്ക് ഇഷ്ടം തോന്നുന്ന പോലെ. പിന്നെ ചക്ക ഇടാൻ പോയപ്പോൾ സരിത പറഞ്ഞു അത് പഴുത്താണെന്ന്. മണം ഉണ്ടായിട്ടും വേണ്ട എന്ന് 10 പ്രാവശ്യം പറഞ്ഞിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് നോക്കി. പിന്നെ നിങ്ങൾ സഹോദരങ്ങൾ ഒന്നിച്ചുള്ള കുക്കിംഗ് കാണാൻ വളരെ ഹൃദ്യമാണ്. ഇനി നിങ്ങളുടെ ഒരു വീഡിയോ കുടിലിൽ വെച്ച് ഷൂട്ട് ചെയ്യൂ. അനിലും ചേട്ടനെയും സീമ ചേച്ചിയുടെയും കുക്കിങ്ങും പൂച്ചയെ തീറ്റിക്കലും എല്ലാം മനോഹരം ആയിരുന്നു. ചെറിയേട്ടനെയും അദ്ദേഹത്തിൻ്റെ സാധാരണ സായിപ്പ് വേഷം എല്ലാം വളരെ ഇഷ്ടം. ഇന്ന് ചേട്ടൻ മുണ്ടിലേക്ക് മാറി. ചേച്ചിയുടെ പനി മാറി എന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. പനി മാറി ചേച്ചിയുടെ, ഇന്നലെ കണ്ടു ഞാൻ അവിടെ. ഈ നരേഷ് ആൻഡ് ലീല ഇപ്പം തന്നെ വായിച്ചില്ലേ നമ്മൾ, അതായത് സരിതയ്ക്ക് അഹങ്കാരം കൂടി. ആള് ഒരു കമൻറ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ആ കോമ്പൗണ്ടിൽ ഗേറ്റ് ഇല്ല, നിങ്ങൾ മാത്രം എന്തിന് നിങ്ങളുടെ വീട്ടിൽ വെച്ചു ഗേറ്റ്? അഹങ്കാരം, പൈസയുടെ ഇത്തിരി അഹങ്കാരം ഉണ്ടോ എന്ന് സംശയം. ഇപ്പം എന്നെ പറഞ്ഞു എനിക്കാണ് അഹങ്കാരം എന്ന്, ഇപ്പം പറയണു നമുക്ക് മൊത്തത്തിൽ അഹങ്കാരമാണ്. അതൊന്നുമല്ല, നമ്മൾ പട്ടികളെ വളർത്തുന്നുണ്ടല്ലോ, 2 നായ്ക്കളുണ്ടല്ലോ, അവരെ വീട് കാവലിനാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇവരുടെ ഇവിടെ ഒക്കെ തെണ്ടി തിരിഞ്ഞ് ലോകമൊക്കെ ചാറിലൊക്കെ ലോകമേ തറവാടെന്ന് പറഞ്ഞ പോലെ പോണ ആളിന് ഇപ്പൊ ചാടണില്ല. ഇപ്പൊ ചാടം നിർത്തിയവര് 2 പേരും. അപ്പോൾ ഇപ്പം നമ്മൾ പേപ്പറിലും നമ്മൾ ടി വിയിലൊക്കെ കാണില്ലേ എന്തോരം പേര് പട്ടികൾ കടിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര പേർക്ക് ഈ പേവിഷബാധ വരുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് നമ്മളിവിടെ ചെയ്തത്. പണ്ട് കുറേ നമുക്ക് 4 നായ്ക്കളുണ്ടായിരുന്നപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ ഈ കോമ്പൗണ്ടിൽ ഇങ്ങനെ അഴിച്ചിട്ട് ഓടുന്നു. പക്ഷേ ഇപ്പോൾ 10-12 ഉണ്ട് മൊത്തം. അപ്പോൾ അവരോടൊക്കെ ഇവിടെ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ വാർഡിലുള്ളവർക്ക് ജീവിക്കാൻ പറ്റുമോ? ആലോചിച്ച് വയ്ക്കും നിങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ബാലിശ്യമായ കമന്റ് ഇടില്ലായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇത്, പറഞ്ഞ് വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു കോമ്പൗണ്ടിൽ ഇങ്ങനെ തിരിച്ചിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നായ്ക്കൾ വളർത്തുന്നത് എന്തിനാ? വീട് കാവലിനാണ്. ഞങ്ങളുടെ വീടിന്റെ ബാക്കിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വീടിൻ്റെ പറമ്പിൻ്റെ ബാക്കിലാണ് ഞങ്ങളുടെ വീട്. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിനെ കുറിച്ചും നമ്മുടെ പരിസരത്തെ കുറിച്ചും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ കമന്റ് ഇടില്ല എന്ന്. അടുത്ത് വായിച്ചു. ശ്രീജ പി വി, ഞാൻ കർണാടകയിലെ ഭദ്രാവതിയിൽ ഇരുന്ന് കാണുന്നു. ഇവിടെ ആരെങ്കിലും ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ? ഭദ്രാവതി എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നിട്ടാ. നമ്മുടെ ഈ മറ്റേ ഇതില്ലേ, ഈ ജഗതിയും ഇവരും പാട്ടപ്പറക്കികളായിട്ട് നടക്കുന്ന ജഗതിയും ഇന്നസെന്റ് പാട്ടപ്പറക്കികളുടെ പടത്തിന് വരുന്ന കാബൂളിവാലയില് ആ ഭദ്രാവതി ചന്ദന്റെ മറ്റേ ഇത് പൊക്കി മോഷ്ടിച്ചു കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ജനാർദ്ദന്റെ ചെകിടത്തൊരു അടി കൊടുക്കില്ലേ ഭദ്രാവതി.
അതാണ് ഓർമ്മ വരുന്നത്. അതൊന്ന്. പിന്നെ ഭദ്രവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പണ്ട് സ്വർണ്ണപ്പടിക്ക് സുബീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അരിമ്പൂർ എന്നുള്ള ഒരു ചെക്കൻ പണിക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പം ആൾ സൗദിയിലേക്കാണ്. അപ്പോൾ ആൾ പണിക്ക് വരുമ്പോൾ ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് മുടങ്ങണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങണം എന്ന് പറയുമ്പോൾ ആൾ വന്ന് നോണ പറയില്ലോ, പിള്ളേർ നോണ പറയില്ല. അതേ പിടിക്കുക നീ എന്താ ഇന്നലെ പണിക്ക് വരാനായിട്ട് അല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. അങ്ങനെ ഒരാഴ്ചയിൽ 3-4 ദിവസം മുടങ്ങിയപ്പോൾ അവസാന ദിവസം സജീവനാണ് പണിയൊക്കെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. അപ്പോൾ സജീവൻ ചോദിച്ചു, അപ്പോൾ എല്ലാവരും വട്ടം കൂടിയിരിക്കുമ്പോൾ എല്ലാവരും കാലത്ത് തന്നെ എല്ലാവരും പണി കിട്ടാനായിട്ട് നിൽക്കുമ്പോൾ ഒരു 10-15 പണിക്കാരിങ്ങനെ എല്ലാവരും വട്ടം കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ തന്നെ സജീവൻ ഈ ചോദ്യം ചോദിക്കുക, നീ ഇന്നലെ എന്താ പണിക്ക് വരാണ്ടിരുന്നേ? അപ്പോൾ ആള് വായിൽ തോന്നിയ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. എന്താണെന്നറിയോ? ഞാൻ ഭദ്രാവതിക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭദ്രാവതിയാ? അപ്പോൾ മണികണ്ഠനാണ് ചോദിച്ചു, ഭദ്രാവതി എവിടെയാ? അപ്പോൾ ആൾ വായിൽ തോന്നി പേര് പറഞ്ഞാണ്. ഭദ്രാവതി എവിടെയാന്ന് ഇവനെ അറിയില്ല. നമ്മുടെ കേരളത്തിൽ ഭദ്രാവതി എന്ന് പറഞ്ഞ പേരുണ്ട്. ഭദ്രാവതി പിന്നെ നോക്കിയപ്പോഴാണ് കർണാടകയിലുള്ളൊരു സ്ഥലമാണ് ഭദ്രാവതി. ഇവനാണെങ്കിൽ തലേദിവസം സിനിമയ്ക്കും ഇവിടെ ജോസിൽ സിനിമയ്ക്കും പോയിട്ടുണ്ട്, പിന്നെ ഭദ്രാവതിക്ക് പോയിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തി. അല്ല ഭദ്രാവതി കഥ അങ്ങനെ. അടുത്തത് വിജയലക്ഷ്മി. അജു ചേട്ടാ, പ്ലീസ് ഫുൾഫിൽ സരിതാസ് വിഷ് പ്ലീസ്. വൺസ് ഇൻ എ വൈൽ ഈറ്റിംഗ് ഔട്ട്സൈഡ് ഈസ് ഫൈൻ. സരിത, ഈസ് ദർ എനി റീസൺ ഹി ഡസൻ ലൈക്ക് ഔട്ട്സൈഡ് ഫുഡ്? ചേട്ടന് ഇഷ്ടമല്ല. അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. അങ്ങനെ എനിക്ക് അങ്ങനത്തെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. ഇങ്ങനെ പോട്ടെ പോട്ടെ. അല്ല, എനിക്കിഷ്ടമൊക്കെ ഒരു ഇഷ്ടക്കുറവില്ല. ഇവരുടെ എല്ലാ കാര്യങ്ങളോടും പൊരുത്തപ്പെടാൻ എനിക്ക് പറ്റും. അങ്ങനത്തെ ടൈപ്പാണ് ഞാൻ. ജഗുവിന്റെയും സരിതയും സ്വഭാവങ്ങളോടും ഇതിനോടും പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയും. അതെ, അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറ്റിയിട്ടില്ലേ. പിന്നെയാണ് രഞ്ജിത്ത് മേനോൻ, നിങ്ങളുടെ കൂടെ വന്നിരിക്കാൻ തോന്നുന്നു, കൂട്ടാൻ അടിപൊളി. അടുത്തത് മേരി സെബാസ്റ്റ്യൻ. ഐ വാസ് വെരി മൂഡ് ഓഫ് വൈൽ വാച്ചിങ് യുവർ വ്ളോഗ്. എന്തേ വായിച്ചു കഴിക്കും മുഴുവൻ? വെൻ ഐ സീ ബോത്ത് ഓഫ് യു ഐ എം സ്ലോലി റിക്കവറിങ്. ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു വാച്ചിങ് വീഡിയോ. ഞാൻ വിചാരിച്ചു വീഡിയോ കാണും. വീഡിയോ കാണുന്നതിന് മുമ്പ് മൂഡ് ഓഫ് ആയിരുന്നു, പിന്നെ കണ്ടു തുടങ്ങിയപ്പോൾ മെയ്ഡ് ടു ട്രഷർ പറഞ്ഞാൽ ഒരക്ഷരം കേൾക്കില്ല. മൈ ഡിയർ സരിത, മേ ഗോഡ് ഗിവ് യു പേഷ്യൻസ്. ഞാൻ എനിക്ക് എന്നെ കുറിച്ചിട്ട് തന്നെ ചേട്ടൻ അന്ന് പറഞ്ഞില്ലേ, എനിക്ക് എന്നെ കുറിച്ചിട്ട് തന്നെ അഭിമാനം തോന്നുന്നു. കോക്കു കൃഷി, പിന്നെ പന്തലുണ്ടാക്കിയത്, അങ്ങനെ. അതുപോലെ എനിക്ക് എന്നെ കുറിച്ച് അഭിമാനം തോന്നുന്ന ചില സമയങ്ങളാണ്. ഇത് എങ്ങനെ ക്ഷമ കിട്ടുന്നു എന്നുള്ളത്. അടുത്തത് നവീൻ വില്യം. അല്ലൻ ചേട്ടൻ സഹോദരങ്ങൾ ചേർത്ത് നിർത്ത് കാണുമ്പോൾ മനസ്സിനൊരു കുളിർമയാണ്. സരിത ആ വീട്ടിൽ അവരുടെ പെങ്ങളെ പോലെ തോന്നുന്നു. താമരശ്ശേരിയിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ. അല്ലാതെ തന്നെ ചെറിയേട്ടൻ്റെയും അല്ലൻ ചേട്ടൻ്റെയും നടുവിലിരുന്ന് ചക്ക വരട്ടുന്നത് കാണുമ്പോൾ അവരുടെ പെങ്ങളെ പോലെ തോന്നും. അവരുടെ അനിയത്തി പ്രീതി പോലും ഈ ചേട്ടന്മാരുടെ കൂടെ ഇരുന്ന് കണ്ടിട്ടില്ല. കറക്റ്റാ. സരിത ഭാഗ്യവതിയാണ്. സരിതയെ സ്നേഹിക്കാൻ ഈ 2 ചേട്ടന്മാരും ചേട്ടത്തിമാരും ഉണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള കുടുംബങ്ങൾ അപൂർവമാണ്. അത് എനിക്ക് കിട്ടിയൊരു ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അവർക്ക് പ്രീതിയച്ചിയോട് ഭയങ്കര സ്നേഹം ഉണ്ടാവും, സ്വന്തം പെങ്ങളല്ലേ. പക്ഷേ എനിക്ക് അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനും ഒക്കെ അവരും എന്നെ അതുപോലെ തന്നെയാണ് കാണുന്നത്. അവർ എന്ത് കാര്യങ്ങളും അവർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും. ശ്രീകല എസ്. അജുവിന് പരാതിയില്ലല്ലോ, മറ്റുള്ളവർക്ക് എന്താ കുഴപ്പം? സരിത ആവശ്യത്തിൽ കൂടുതൽ ചെയ്യുന്നുണ്ട്. എന്തിട്ടാ പണികള് പറമ്പിലെ നീ പണിയെടുക്കാൻ പറ്റില്ല. ഷീജ ഫിലിപ്പ്. ഇത്രയും വലിയ വീടും പറമ്പും ക്ലീൻ ചെയ്യുന്നതും കുക്കിങ്ങും നല്ല ജോലിയാണ്. എന്നാലും ഏത് കാര്യത്തിനും സരിത അജുവിൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്ത് വേണം? കമൻറ്റ് പറയുന്നവർക്ക് വേറെ ജോലിയില്ല. ഗോഡ് ബ്ലസ് യു ഓൾ. എനിക്കത് തോന്നാറുണ്ട്. വീട്ടിലത്തെ ഒരു പണിയും ചെയ്യാത്തവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവരാണ് ഈ കമൻറ്റ് ഇടണേ. ഒരു പണിയും ചെയ്യാത്തവർ. സരിത മടിച്ച്, സരിത ഒരു പണിയും ചെയ്യുന്നില്ല എന്ന്. കാരണം ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു വീട്ടിലത്തെ പണികൾ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഒരു വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ട് എന്നുള്ളത്, അല്ലേ? എന്നിട്ടാണ് ഭാര്യയില്ലേ ഹൗസ് വൈഫ് 30,000 രൂപയാണ് കോടതി ശമ്പളം നിശ്ചയിച്ചത്. അപ്പൊ നീ പറമ്പിലേക്ക് പണിക്ക് പോക്കോ, ഞാനിവിടെ കളക്കിയാം. അല്ല, ഇവിടെ വീട്ടില് ഇപ്പോഴത്തെ പണിയിലെടുക്കാം. ചെയ്തോക്ക് അപ്പൊ മനസ്സിലാവും. അതാകെ 1 മണിക്കൂറേ ചെയ്യണ്ടോ. ഇത് കാലത്തൊട്ട് വൈകുന്നേരം വരെ നടന്നാലും കഴിയില്ല. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം. അതിനൊരു അവസാനം ഇല്ല. വീണ്ടും പിറ്റേ ദിവസം ഇതന്നെ വീണ്ടും പണികൾ.
അടുത്ത് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. 10:44 തലയ്ക്ക് മീതെ ആ ഫ്രെയിം തൂങ്ങി നിൽക്കുമ്പോൾ അജിചേട്ടൻ്റെ ത്രികോണാസനം. അത് വേഗം അത് ചെയ്യല്ല. കണ്ട ത്രികോണാസനത്തിലാണ് നിൽക്കണേ. അപ്പോൾ സരിത ചേച്ചി ത്രികോണാസനത്തിന് കാല് ഇത്തിരി അകത്തി വയ്ക്കണം, മുട്ടുമടക്കാനും പാടില്ല. കൃഷി വിത്ത് യോഗ സൂപ്പർ. വിനോദിനി കെ പി. സരിതയെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നമ്മുടെ വീട്ടിൽ എന്തെല്ലാം പണിയെന്ന് നമുക്കല്ലേ അറിയൂ. സരിത പറമ്പിൽ പണി എടുത്തില്ലെങ്കിൽ അവിടെ വന്ന് നിന്നാൽ മതി. അജുവിന് പണിയെടുക്കാൻ നല്ല ഉഷാറാണ്. സരിത ഇല്ലെങ്കിൽ അജുവിന് തീരെ ഉഷാറില്ല. പാവം അജു. അടുത്തത് മുത്തുലക്ഷ്മി. അജുവിൻ്റെ കയ്യിൽ കുറേ സൂത്രപ്പണികളുണ്ട്, ഒരാളത് വില വെക്കുന്നില്ലേ, എന്താ ചെയ്യുക. ദൃശ്യ ബാബു. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച, അത്രയ്ക്ക് മനോഹരം. ഇന്നത്തെ വീഡിയോ കൃഷിസ്ഥലം മനോഹരമായി. ഇനി അവിടെ പൂക്കളും പച്ചക്കറികളും നിറയട്ടെ. സത്യസന്ധമായി പണിയെടുത്ത് കിട്ടുന്ന കുറച്ച് പച്ചക്കറിയാണെങ്കിലും അത് വിഷമില്ലാതെ കഴിക്കാമല്ലോ. അടുത്തത് ജയ അശോക്. സരിത പറയുന്നത് ശരിയാണ്. വീഡിയോയിൽ കാണുന്ന അരമണിക്കൂറല്ല നമ്മുടെ ജീവിതം. അതിനും അപ്പുറം ഒരു വീട്ടമ്മയ്ക്ക് പല ജോലികളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. 4 നേരം ഭക്ഷണം, കിച്ചൺ വൃത്തിയാക്കൽ, 2000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ വൃത്തിയാക്കൽ, ജോലിക്കാരെ വെക്കാതെ തന്നെ ചെയ്യേണ്ടി വരുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പ്രായത്തിൻ്റെ ഉശിരിൽ ഇപ്പം എല്ലാം ചെയ്യും. 50 വയസ്സ് കഴിയുമ്പോൾ വയ്യാതാവും. ഞാൻ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് തൊടിയിലെ കൃഷി അജു ചെയ്യുന്നതിൽ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അടുത്തത് ബിന്ദു ധനജൻ. 3 പേരും കൂടി പറമ്പിൽ നല്ല പണിയാണല്ലോ. സരിത ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരിക്കില്ലെന്ന് ഈ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കറിയാം. പറയുന്നവർ പറഞ്ഞോട്ടെ സരിതയെ, ചിലപ്പോൾ ആദ്യമായി കാണുന്നവരാകും. ഞങ്ങൾക്കറിയാലോ സരിതയെ, പിന്നെന്താ. അതിങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് എനിക്ക് പ്രോത്സാഹനം. ഉഷ ഷാജി. എൻ്റെ സരിതയെ, സരിത എന്ത് പറഞ്ഞാലും അജുവിന് ഉത്തരവുണ്ടാവും, പിന്നെ എന്തിനു വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റാറ്റ് ആൻഡ് ഹിസ് മ്യൂസ് കേട്ടോ സുജിത് ചന്ദ്രൻ. ഈ കമൻറ്റ് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സുജിത് ചന്ദ്രൻ എൻ്റെ അഭ്യർത്ഥന മാനിക്കണം, എൻ്റെ റിക്വസ്റ്റ് കേൾക്കണം, സ്വന്തം പേരിടണം എന്ന് ഈ ചേച്ചി അപേക്ഷിക്കുകയാണ് കേട്ടോ. കണ്ടാലോ ലക്ഷണമൊത്തൊരു പെണ്ണ്, കയ്യിലെടുത്തോ തൂമ്പയൊരൊന്ന്, പട്ടുടുത്തങ്ങനെ പാടത്ത് നിന്നാൽ പറ്റില്ല ചേച്ചി, പണിയത് വേണ്ട. മല്ലികപ്പൂവിലും മെല്ലെ വിരിഞ്ഞൊരാ നല്ല വെളുത്തൊരു കൈകളല്ലേ. മണ്ണും ചെളിയും പിരണ്ടത് ചീഞ്ഞാൽ പിന്നെ നിൻ ഭംഗി എങ്ങോട്ട് പോകും. സോഫ്റ്റായ കൈകൾ ഹാർഡായി മാറിയാൽ ചേട്ടനും വന്ന് പേടിച്ചു ദൂരെ പോകും. സൗന്ദര്യം കാത്തു സൂക്ഷിച്ചില്ലെങ്കിലോ ആളുകൾ കണ്ട് കൊഞ്ഞനം കുത്തും. അയ്യോ വിയർത്തു കുളിച്ചങ്ങ് നിന്നാൽ അയ്യപ്പൻകാവിലെ കോമരം പോലെ. നടുവത് വെട്ടിപ്പൊളിഞ്ഞു നീ വീണാൽ തടവിത്തരാനും വരില്ലങ്ങ് പെണ്ണെ. പൗഡറും പൂശി കണ്ണാടി നോക്കി ഉമ്മറത്തിത്തിരി നേരമിരുന്നു. പറമ്പിലെ പണിക്ക് പണിക്കാരെ നോക്കാം, പരമസുഖത്തിൽ നീ വാഴുക ചേച്ചി. ഒരു കവിത തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നോട് പണിയൊന്നും എടുക്കണ്ടെന്ന്. പണി പൗഡറും പൂശി കണ്ണാടിയും നോക്കി ഉമ്മറത്തിരുന്നാൽ മതിയെന്ന്. പറമ്പിലത്തെ പണിക്ക് പണിക്കാരെ കിട്ടുന്നു. പറമ്പിൽ പണിയെടുത്ത് നടുപോയി ആരും ഉണ്ടാവില്ല തടവിത്തരാൻ, നമ്മൾ തന്നെ സഹിക്കണം. വെൽഡൺ മൈ ബോയ്. അടുത്തത് പ്രിയങ്ക വിക്ടർ. സരിതേച്ചി പറയുന്നത് വളരെ കറക്റ്റാണ്. എല്ലാ ദിവസവും പറമ്പിൽ ഒരു അരമണിക്കൂർ ചെലവഴിച്ചാൽ പണികൾ സുഖമായി തീരും. ഇതൊരു ദിവസം വന്ന് എല്ലാം കൂടി ചെയ്യുമ്പോഴാണ് ആ പണി വളരെ അധികം കഠിനമായി തോന്നുന്നത്. എല്ലാ ദിവസവും കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ പണി അത്രയും കുറഞ്ഞു കിട്ടും. ഗിരി കാശി. അജുവേ സരിതേ, ഞാൻ ഗിരിപ്രസാദ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കുറെ കമന്റ് ഇടാറില്ലല്ലേ മുന്നേ, ഇപ്പൊ കുറച്ച് നാളെ കാണാറില്ല എന്നോണു. ഇന്ന് അജു പന്തലിന്റെ മുകൾ ഭാഗം തോളിലെടുത്ത് പോകുന്നു കണ്ടാൽ ഒരു സിനിമയിലെ ക്ലൈമാക്സ് ഓർമ്മ വരും. പാദമുദ്ര എന്ന സിനിമയിൽ മുള്ളുവേലെടുത്ത് സ്വയം വേദന അനുഭവിക്കുന്ന മോഹൻലാലിനെ ഓർമ്മ വരുന്നു. പിന്നെ സരിതേ, നെഗറ്റീവ് കമൻ്റ് ഒന്നും മൈൻഡ് ചെയ്യണ്ട. രണ്ടാമത് വായിച്ചിട്ട് എൻ്റെ ചെയ്തത് ഭാഗ്യം, അല്ലെങ്കിൽ ആകെ പ്രശ്നമായേനെ. എൻ്റെ ടൈപ്പ് ചെയ്തപ്പോൾ വേറെ എന്തൊക്കെയോ ആയി. സാറില്ലേ, മൈൻഡ് ചെയ്യണ്ട. മൈൻഡ് എന്നുള്ള ടൈപ്പ് ചെയ്ത് വേറെ എന്തൊക്കെയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കാണുന്ന നമ്മളെപ്പോലെയുള്ള കാഴ്ചക്കാറുണ്ട് നിങ്ങൾക്ക്. സന്തോഷം. അടുത്തത് വിദ്യ. You do more than enough, Sarida. You are a super woman managing a business in addition to all that you do at home. സൂപ്പർ വുമൺ എന്നല്ല, സാധാരണ പണികളൊക്കെ തന്നെ ചെയ്യണുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് റെസ്റ്റ് കിട്ടി ഓടുന്ന സമയം ഉണ്ടായിരുന്നില്ല. ഒരു പകൽ നമ്മൾ ഉറങ്ങുമൊക്കെ ചെയ്യില്ല, ചിലപ്പോൾ കിടന്നുറങ്ങും, സിനിമ കാണും, ഫോണിലെ വീഡിയോസ് കാണും, യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, അങ്ങനത്തെയൊക്കെ സമയം അങ്ങോട്ട് പോകണം. വിൻഡിയുടെ 5:29. ഇതിനൊക്കെ കുശുമ്പ് അല്ലെങ്കിൽ അസൂയ എന്നൊക്കെ പറയാം. കുറേ കാലമായി വീഡിയോസ് കാണുന്നവർക്കൊക്കെ സത്യാവസ്ഥ അറിയാം. അങ്ങനെയുള്ളവരിൽ നല്ല മനസ്സുള്ളവർ ഒരു കുറ്റവും സരിതയെ പറയില്ല. ചുരുക്കം ചിലർക്ക് അസൂയ ആണെങ്കിൽ പിന്നെ അതിന് മറുമരുന്നില്ലല്ലോ. സരിതക്കുട്ടി, യു ഡു നോട്ട് ഓവ് എനി എക്സ്പ്ലനേഷൻ ടു എനിബഡി. യു ജസ്റ്റ് കണ്ടിന്യൂ വിത്ത് വാട്ട് യു ലൈക്ക് ടു ഡു. സെയിം വിത്ത് അജു ടു. A very large section of our subscription family enjoy your videos.
വളരെ ഡീസൻ്റായ ഒരു വൾഗാരിറ്റിയും ഇല്ലാത്ത, ഒരു കോൺട്രവേഴ്സീസിലും തലയിടാത്ത, സ്വന്തമായ നാച്ചുറൽ കണ്ടൻറ്റുള്ള, ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ഫേക്ക്നെസ്സും ഇല്ലാത്ത ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് അജൂസ് വേൾഡ്. അതിലെ കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാതെ സന്തോഷത്തിന് വേണ്ടി വീഡിയോസ് കാണുന്നവരാണ് അധികവും. നെഗറ്റീവ് മൈൻഡ് ഉള്ളവർ കുറ്റം ഇല്ലെങ്കിലും അത് ഉണ്ടാക്കി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ബേസിക് നേച്ചറാണ്. മെഡിക്കൽ ഹെൽപ്പ് വേണ്ടവരാണ് ഇക്കൂട്ടർ. വി ക്യാൻ ഡു നത്തിങ് അബൌട്ട് ദം. കാഴ്ച തന്നെ. സന്തോഷം. സിന്ധു, ദിനേശിൻ്റെ പുതിയ സംരംഭം കൊള്ളാം, എല്ലാവിധ ആശംസകളും. എൻ്റെ കസിൻ തൃശ്ശൂർ താമസിക്കുന്നുണ്ട്, വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്. അജുവിൻ്റെ വെള്ളത്തിലെ പ്രകടനം സൂപ്പർ, നല്ലതാട്ടത്. ഇനി ഞങ്ങൾ അധോലോകം അവിടെ കൂടും, അപ്പോൾ ആ വീഡിയോ കാണിക്കാം. അപ്പം നൈറ്റ് വൈബൊക്കെ കാണാം. രാത്രി അവിടുത്തെ മരങ്ങളുമ്പിലൊക്കെ നിറയെ മാല ബൾബ് ഇട്ടിട്ടുണ്ട്, കുറേ സ്ഥലത്ത് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് രാത്രിയാണ്. അടുത്തത് ഗീജാബായ്, ലവ് ഇറ്റ് ഓൾ. അജു ഗിന്നസിലേക്ക് ട്രൈ ചെയ്യൂ, റെയർ എബിലിറ്റി. ദിനേശ് കൺഗ്രാറ്റ്സ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് വിഷസ്. ബ്ലെസ്സിങ് ഓൾസോ, ഇറ്റ്സ് നിയർ അറ്റ് മൈ ഹോം. ഐ മീൻ പൂത്തോൾ, തൃശ്ശൂർ. ഇതിലത്തെ ഭൂരിഭാഗം കമൻറ്റുകളും നമുക്ക് ഈ റെക്കോർഡ് ഇത് ഇങ്ങനത്തെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് നമ്മളോട് ചെയ്യാനാണ് പറയുന്നത്. കഴിവിനെ ഭയങ്കരമായി പ്രകീർത്തിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന കമന്റ്സ് ആണ് മുഴുവൻ. അപ്പോൾ നമ്മുടെ അജു നിസ്സാരക്കാരനല്ല. നമുക്ക് കൈ കെട്ടി നിന്നിട്ട് എനങ്ങാണ്ട് കാല് എനക്കാണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇത്രയ്ക്ക് ഇതില് വെള്ളത്തിൽ നിൽക്കാൻ പറ്റണു, ഇങ്ങനെ വില ഇങ്ങനെ കുത്തനെ നിൽക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണെന്ന് പറയുന്നത്. അപ്പോൾ അത് താഴ്ചയുള്ള സ്വിമ്മിംഗ് പൂളിലാണ് അടിയിൽ ക്യാമറ വെച്ച് മുകളിലും ക്യാമറ വെച്ചിട്ട് നമുക്ക് എത്ര സമയം ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും നോക്കണം. അതാണ് വേണ്ടത്. ഷൂട്ട് ചെയ്തിട്ട് അത് അയച്ചു കൊടുക്കണം അവർക്ക്. ആദ്യം അങ്ങനത്തെ റെക്കോർഡ് ഉണ്ടോന്ന് അറിയണം. അതന്നെ, ഉണ്ടെങ്കിൽ തന്നെ എത്ര മിനിറ്റ് ആണ് അവർ നിന്നിട്ടുള്ളത് എന്നുള്ളത് അറിയണം. അതിനേക്കാളും കൂടുതൽ സമയം നിന്നാലല്ലേ. നിഷ സജീവ്, മുമ്പ് ഒരു വീഡിയോയിൽ അജുവിൻ്റെ ഈ കഴിവിനെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാണാൻ കാത്തിരിക്കായിരുന്നു, കണ്ടതിൽ സന്തോഷം, അപാരം തന്നെ. എത്ര സമയം നിന്നു എന്ന് പറഞ്ഞില്ല, റെക്കോർഡിന് വേണ്ടി ഒന്ന് ശ്രമിക്കൂ. ധന്യ എന്താ ഒന്നും ഇണ്ടാതെ നടക്കുന്നത്, മക്കളുള്ളത് കൊണ്ടാണോ? വെറുതെ പറഞ്ഞതാ. അല്ല, ധന്യ സംസാരിക്കുന്നുണ്ട്, മൈക്കില്ലല്ലോ, അതുകൊണ്ട് അവള് പറയണത് കേൾക്കാത്തതാ. ഈ മൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മൈക്ക് വെച്ച് പറയണവർ തൊട്ടടുത്ത് നിന്ന് പറയണവരെ കൂടി കേൾക്കില്ലേ. നമ്മുടെ അല്ലൻ ചേട്ടൻ്റെ സംസാരം മാത്രം കേൾക്കുള്ളൂ, ആള് ഭയങ്കര ഉറക്ക പറയണവരെ, ബാക്കിയുള്ളവരൊന്നും പറഞ്ഞത് കേൾക്കില്ല. അതാണ് കേട്ടോ അവള് സംസാരിച്ചിട്ട് ഞാൻ നടന്നോടുന്നത്. നമ്മളൊരു 5-6 മിനിറ്റോളം ഞാൻ വെള്ളത്തിലിങ്ങനെ ഇത് നിന്നു, 5-6 മിനിറ്റോളം വെള്ളത്തിൽ നിന്നു കേട്ടോ. പിന്നെ എക്സിബിഷൻ കാണാൻ പോയ വീഡിയോ ഓർത്തു, അത് അവൾക്ക് മൈക്കുണ്ടായിരുന്നേ, അതാണ് അവളുടെ നിലവിളി മുഴുവൻ കേട്ടോടുന്നത്. എന്തായാലും നല്ല സ്ഥലം, ഞങ്ങളുടെ അടുത്ത് തന്നെയാട്ടോ, അരിമ്പൂരാണ് വീട്. അടുത്ത ശൈലജ വേലായുധൻ, അധോലോക നായകൻ അജു ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. ലോക റെക്കോർഡ് സൃഷ്ടിക്കണം. ഇന്ദുലേഖ, അജു സൂപ്പർ, നിങ്ങൾ അപാരമായ കഴിവുകളുള്ള ആളാണ്, ഗോഡ് ബ്ലസ് യു. അടുത്തത് ലതാ ജ്യോതിനാഥൻ, ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടമായി, വെള്ളത്തിൽ അനക്കമില്ലാതെ നിന്ന് പ്രത്യേക കഴിവ് തന്നെയാണ് അജുവിന്, ആത്മാർത്ഥമായ അഭിനന്ദനം. വെള്ളത്തിൽ കിടക്കുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇതിന് വിട്ട് കളയണ്ടാട്ടോ. ഇപ്പോൾ അന്ന് സരിതയെ വലിച്ചിട്ടതിൻ്റെ ദേഷ്യം കുറച്ച് കുറഞ്ഞു. കാരണം എന്താണെന്നോ, അന്ന് വീണിട്ട് കരഞ്ഞ ആളുണ്ട്, ധൈര്യപൂർവ്വം ചുറ്റും നടക്കുന്നു. വഴുക്കി വീഴുമോ എന്ന് പേടിച്ചു. ഇല്ല, അവിടെ വഴുക്കലില്ല, കാരണം അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടേണാരം അവിടെ നനയില്ല മഴ പെയ്താലേ. അപ്പം അതുകൊണ്ട് അവിടെ വഴുക്കലൊന്നുമില്ല, അതുകൊണ്ടല്ല ഞാൻ ധൈര്യമായിട്ട് നടക്കും. പിന്നെ പിടിച്ച് നടക്കാം, കൈവരിയുണ്ട്. വഴുക്കി വീഴുമോ എന്ന് പേടിച്ചു. ചെവിവേദന വരില്ലേ? വേദനയുള്ളപ്പോൾ സരിത മൂഡ് ഓഫ് ആവും. നല്ല പ്രസന്നയായ കുട്ടിയെയാണ് എനിക്കിഷ്ടം. അപ്പം ലത ചേച്ചി പേടിച്ചു അല്ലേ, ഞാൻ വീഴില്ല. അതല്ല, എനിക്ക് അവന് 2 അടി പോയുള്ളൂ, പിന്നെ അവിടെ ഉറുമ്പൊക്കെ ഉണ്ട്, അപ്പം ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു. ഷർമിള റെജി, താമരശ്ശേരിയിലെ ആ കോണിൽ അജുവും കുടുംബവും ഇതേ വൈബിൽ എന്നും ജീവിക്കുന്നു. ഇൻസ്പയർഡ് ബൈ അജു ചേട്ടൻ ആൻഡ് ഫാമിലി. കൺഗ്രാജുലേഷൻസ് ദിനേശൻ. ABICB ബിനോജ്, 9 അടി വെള്ളത്തിൽ പണ്ട് 10ൽ പഠിക്കുമ്പോൾ മുങ്ങിച്ചാകാൻ പോയി ഞാൻ, കാല് തെറ്റി കിണറ്റിൽ വീണതാ. ABC അജു, എടാ കള്ള, സണ്ണി ലിയോണിനെ ഓർമ്മ വന്നു അല്ലേ. സരിത ഷോപ്പിൽ പോകുമ്പോൾ എന്താണ് പരിപാടി? എന്താ പരിപാടി? നമ്മള് സണ്ണി ലിയോനും സണ്ണി വൈനും തെറ്റി ആലോചിച്ച് പറഞ്ഞാണ്. രാധാമണി, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ അജുവിൻ്റെ വെള്ളത്തിലേക്കുള്ള അഭ്യാസം കണ്ടു അത്ഭുതം തോന്നി, ഇത്രയും കഴിവുണ്ടായിരുന്നു അല്ലേ, സൂപ്പർ സൂപ്പർ. ലക്ഷ്മി TV, അജുവേട്ടൻ ആൾ പുലിയാണേ, സകലകലാവല്ലഭൻ, സൂപ്പർബ്, പ്രൗഡ് ഓഫ് യു, ത്രിൽഡ് അറ്റ് ദ സെയിം ടൈം, പേടിപ്പിച്ചു, സച്ച് ആൻ ഇന്നസെന്റ് പേഴ്സൺ. മുത്തുലക്ഷ്മി, ആർക്ക് എപ്പോഴാണ് ലോക റെക്കോർഡ് കിട്ടുക എന്നുള്ളത് ആർക്കറിയാം അജു.
അടുത്തത് മീന സതീഷ്. നല്ല വീഡിയോ. വെള്ളത്തിൽ അനങ്ങാതെ നിൽക്കാൻ ആർക്കും കഴിയില്ല. നന്നായി പ്രാക്ടീസ് ചെയ്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ശ്രമിക്കൂ അജു. നോക്കണം. ജീന നാഥ്. വെള്ളത്തിൽ അജുവേട്ടൻ നിൽക്കുന്ന കഴിവ് അപാരം തന്നെ, സൂപ്പർ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു നല്ല ആഴത്തിലുള്ള കുളത്തിൽ നിൽക്കുന്ന നിൽപ്പ് കണ്ടിട്ട്. അടുത്ത് ഫാരിയ ബക്കർ. നീന്തൽ അറിയാത്ത ഞാൻ അജുവേട്ടൻ്റെ അഭ്യാസം കണ്ട് പേടിച്ചു പോയി. വൈജയന്തി മനോഹരൻ. അജു ഒരു മഹാസംഭവം തന്നെ. പാവൻ, ഞാൻ പേടിച്ചു പോയി. ശ്വാസം അടക്കി പിടിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഹാർട്ട് സ്പീഡിൽ അടിക്കാൻ തുടങ്ങി. ഞാൻ പരിസരം മറന്ന് മതി അജു മതി എന്ന് പറയായിരുന്നു എന്ന്. അയ്യോ. ലതാ മോഹൻ. നല്ല സ്ഥലം, ശാന്തമായി വന്നിരിക്കാനും കൂട്ടുകാരും മൊത്തം അടിച്ചു പൊളിക്കാനും രണ്ടിനും പറ്റിയ ഇടം. അതെ, നമുക്ക് ശാന്തമായിട്ടിരിക്കണമെങ്കിൽ അത്, ഫ്രണ്ട്സായിട്ട് വരാണെങ്കിൽ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഒരു ശല്യങ്ങളില്ല. ഉറക്ക പാട്ട് വെക്കണോ, ബഹളം വെക്കണോ, കളിക്കണോ, ഒക്കെ ചെയ്യാം. ഇനി എന്തെങ്കിലും പ്രോഗ്രാംസ് നടത്തണോ, നമുക്കൊരു എൻക്വയറി നമ്മളെന്നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു ദുബായിൽ നിന്നാണ് ചേട്ടാ. അവരെ മോളുടെ മെഹന്തി അവിടെ നടത്താൻ പറ്റുമോ, പറ്റിയ സ്ഥലമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളോട് ഒന്നുകൂടി നേരിട്ട് ഒരു അഭിപ്രായം എടുക്കാം. ഒരു ശോഭയിൽ നടത്താൻ വിചാരിച്ചേ. അപ്പോൾ ശോഭയിൽ പക്ഷേ 10 മണി വരെ അലൗഡുള്ളൂ. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോട് വേഗം പോകാൻ പറയാൻ പറ്റില്ലല്ലോ. ചിലർ കുറേ ടൈം ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കണം. 10 മണിക്ക് ഇത് ഇത് വേണ്ട, നേരെ വെളുക്കണ വരെ അവിടെ ആഘോഷിക്കാം, തിമിർക്കാം, അടിച്ചു പൊളിക്കാം. പൈസയും ഇല്ല, ഒന്നുമില്ല. നമ്മളൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ച് അവരവിടെ നമ്മുടെ ആഗ്രഹത്തിന് സെറ്റ് ചെയ്ത് സ്റ്റേജൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ ഒക്കെ സെറ്റാക്കി തന്നു. അങ്ങനെ അജു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കണ്ടപ്പോൾ മഴത്തുള്ളി കിലുക്കത്തിൽ കൊച്ചി ജെനിഫർ സ്റ്റൂളിട്ടിരിക്കുന്ന ഭാഗമാണ് ഓർമ്മ വന്നത്. അപ്പോൾ സുകുമാരി പറയുന്നൊരു ഡയലോഗുണ്ട്, ശുദ്ധനാ, ഉള്ളിലൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇരിക്കാൻ പറ്റുന്നതെന്ന്. ധന്യ ഒരു നിഴൽ പോലെ നിങ്ങളെ പിന്തുടരുന്നു, പാവം. അങ്ങനെ ബൈ രേണുക. വെള്ളത്തിൽ അജുവിൻ്റെ നിൽപ്പ് നന്നായിട്ടുണ്ട്. കുറച്ച് സെക്കൻഡുകൾ ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ നിൽപ്പ് കണ്ട് പേടിച്ചു, എങ്ങാനും താഴേക്ക് പോയാലോ എന്ന്. ഒരു പ്രവാസി 28:43 തലയിൽ ഭാരമില്ലാത്തവർക്ക് അങ്ങനെ പൊന്തി നിൽക്കാൻ കഴിയുമെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടെന്ന്. ഹെഡ് വെയിറ്റ് ഇല്ലാത്തവർക്കല്ലേന്ന് ഫിലിപ്പ് അനൂപ് റിപ്ലൈ കൊടുത്തു. തലക്കനയില്ലാത്തവർക്കല്ലേന്ന്. അതാണ് തലയിൽ ഭാരമില്ല എന്ന് പറയണത്. തലയിൽ ഭാരമില്ല എന്ന് 2 തരത്തിൽ പറയാം. തലയ്ക്കകത്ത് ആൾ താമസമില്ല എന്ന് പറയില്ലേ, ബുദ്ധി ബോധമില്ല, അങ്ങനെയും കളിയാക്കി പറയാം. തലക്കനില്ല, അതായത് ജാടയില്ല, അഹങ്കാരമില്ല എന്നുള്ളതിന് നല്ല രീതിയിൽ എടുക്കാം അല്ലേ. അങ്ങനെ സുദീർഘമായി ഇന്നത്തെ കമന്റ് വായന. എൻ്റെ തൊണ്ടയിലത്തെ വെള്ളം വറ്റി. അപ്പം നിർത്താട്ടെ, നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. നന്ദി, നമസ്കാരം.